ഹായ് ഗായ്സ്, എല്ലാവർക്കും ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഏറെ നാളായിട്ട് സംസാരിക്കണം എന്ന് വിചാരിച്ച ഒരു സംഭവമാണ്. നമ്മൾ ജാനുവരി 19 ആയിരുന്നു ജനനായകന്റെ ആദ്യത്തെ റിലീസ്. അതിനു മുമ്പ് ആ ഒരു വ്യൂസ് ഒക്കെ കിട്ടാൻ വേണ്ടി ഒരു വിജയിയുടെ ഒരു സാധനം നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചു. ഉള്ളിലുള്ളങ്ങ് പുറത്തു. അതെ, നമ്മുടെ ഇളയ ദളപതി അല്ലേ? ദളപതി എന്നാണ്, ഇളയ മാറി മൂത്ത പൊതുവെ. അപ്പോ വിജയുടെ എന്ന് പറയാം, ഇനി വെറുതെ ദളപതി പറയണം. വിജയുടെ പൊളിറ്റിക്കൽ എൻട്രി, അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആണ് നമ്മൾ. പക്ഷെ കുറച്ച് താമസിച്ചു പോയി. പിന്നെ ഇപ്പൊ റിലീസ് ഇപ്പൊ നമ്മുടെ ലീക്കും കൂടെ ആയപ്പോ കറക്റ്റ് ടൈം ആണെന്ന് തോന്നി. ന്യൂസ് പിടിക്കാനുള്ള കറക്റ്റ് ടൈം ആണെന്ന് തോന്നി. അപ്പൊ അങ്ങനെ വന്നതാണ് ഗൈസ്. അപ്പൊ എന്ത് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പൊളിറ്റിക്സ് ഭയങ്കര കുറെ നാളായിട്ട് റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. അതായത് അവിടെ ഈ രാഷ്ട്രീയക്കാര്, സെലിബ്രിറ്റീസിന് രാഷ്ട്രീയത്തിലോട്ട് കയറാൻ കുറച്ചും കൂടി ഈസിയർ ആണ്. ആൾക്കാർക്ക് അവരെ കുറച്ചും കൂടി ട്രസ്റ്റും കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. അത് ഈ സൗത്തില് കേരളം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അങ്ങനെ ഒരു സാധനം ഭയങ്കര കൂടുതലാണ്. അത് തമിഴ്നാട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് തൊട്ടേ ഉണ്ട്. എത്ര പേരും വീരാരാധന ഭയങ്കര കൂടുതലാണ്. അവര് തന്നെ സിനിമയിൽ കാണുന്ന അതേ പതിപ്പായിരിക്കും അവര് രാഷ്ട്രീയത്തിലും ചെയ്യുക എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് ആൾക്കാർ കുറച്ചും കൂടി നെയ്വ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. അവിടെ കുറച്ചും കൂടി ഇന്നസെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി എഡ്യൂക്കേഷന്റെ കുറവല്ല എനിക്ക് തോന്നുന്നു. പക്ഷെ അവിടുത്തെ ഈ സിനിമയിലൊക്കെ തന്നെ ഈ അരസ്യൽവാദം കുറച്ച് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ആൾക്കാർക്ക് എപ്പോഴും അതുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. കാര്യം അവിടെ രാഷ്ട്രീയം എന്തായാലും പറയണം, അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയും കൂടെയാണ്. അപ്പൊ ആ ഒരു ഇതിൽ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവും. എന്നിട്ട് പിന്നെ അതൊരു വോട്ടായി മാറും എന്ന് വിചാരിക്കുന്നതായിരിക്കും. ഇങ്ങനെ ചിരിക്കുന്നത് അല്ല, ഈ എനിക്കൊണ്ട് പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് മേ ബി ഈ എക്സ്പോഷറിന്റെ വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ ഒരു എക്സ്പോഷറിന്റെ കുറവുകൊണ്ടായിരിക്കും അവർ കൂടുതൽ വോട്ട് കൊടുക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോഴും ആ ഒരു സാധനം റിലവൻ്റ് ആയിട്ട് നിൽക്കണുണ്ട്. അതിപ്പം ആൾക്കാർ, അതായത് പുതിയ ആൾക്കാർ, നല്ല പഠിച്ചിട്ട് വന്ന ആൾക്കാരാണെങ്കിലും ഇങ്ങനൊരു സാധനം അത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ MGRന്റെ സമയം കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ഇപ്പൊ രജനീകാന്ത് ഒരു പാർട്ടി തുടങ്ങാൻ നോക്കിയിട്ടുണ്ട്, പൊട്ടി പാളസായി. പിന്നെ കമലഹാസൻ തുടങ്ങി, അത് പിന്നെ ഷെഡി കയറി. രജനീകാന്ത് തുടങ്ങിയിട്ട് രജനീകാന്ത് അത് ഫോർവേഡ് ചെയ്തില്ല. പുള്ളിയുടെ ആരോഗ്യ പ്രശ്നം കാരണം അത് പുള്ളിയുടെ ആരോഗ്യ പ്രശ്നം എന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷെ പുള്ളി കുറച്ചുകൂടെ ഒരു ഡെപ്ത് അനാലിസിസ് ചെയ്തപ്പോ മനസ്സിലായി കാണും ഇത് പഴയ ഒരു ടൈം സോൺ അല്ല, അപ്പം മാറിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നണം ആ ഒരു സമയത്ത്. പിന്നെ പുള്ളി കുറച്ചുകൂടെ ഒരു BJP ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചായ ഉണ്ടായിരുന്നു. അങ്ങേരുടെ പ്ലാനും എനിക്കൊണ്ട് NDA കൂടെ നിന്ന് ജയിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല തമിഴ്നാട്ടിൽ അധികം വർക്ക് ആവേണ്ട ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ അത് അങ്ങനെ വർക്ക് ഔട്ട് ആവൂല. പിന്നെ തമിഴ്നാട്ടിന്റെ ഒരു ജയലളിത മരിച്ചതിന് ശേഷമുള്ള ഒരു സംഭവ വികാസങ്ങൾ കൊണ്ട് ഒരുപാട് പേർക്ക് ആ രാഷ്ട്രീയ പ്രവേശനം വന്നു കഴിഞ്ഞാൽ എളുപ്പം കയറാൻ പറ്റുമെന്നൊക്കെ വിചാരം ഉണ്ടായിരുന്നു. DMK മാത്രമേ ഉള്ളൂ, AIDMK ഏതാണ്ട് ഇപ്പം ഇല്ല. അങ്ങനെ ഉണ്ട്. ഐ മീൻ മറ്റേത് പുള്ളിയുടെ പേരെന്തായിരുന്നു? പനീർസെൽവം. അല്ല, പനീർസെൽവം ഉണ്ടായിരുന്നു, പളനിസ്വാമി ഉണ്ടായിരുന്നു. രണ്ടുപേരും ഉണ്ട്, രണ്ട് രാഷ്ട്രീയക്കാരുണ്ട്. ശരിക്കും ഇപ്പം അതിൽ കിടിലായിട്ട് നിൽക്കണത് സ്റ്റാലിൻ തന്നെയാണ് ഇപ്പം കിടിലായിട്ട് നിൽക്കണത്. അവര് ആൾക്കാരെയൊക്കെ കുറെ സാധനങ്ങളൊക്കെ കൊടുത്ത്, അവിടെ എനിക്ക് തോന്നുന്നു ഈ ഗിഫ്റ്റ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുത്ത് ആൾക്കാരെ വശത്താക്കണത് ഇത്തിരി കൂടുതലായിട്ട് പണ്ട് തൊട്ടേ നമ്മള് കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ്, സൈക്കിള് താലി, പിന്നെ ഇത് ലാപ്ടോപ്പ്. ഇപ്പം റീസെന്റ് ഇങ്ങനെയാണെന്ന് തോന്നുന്നു ലാപ്ടോപ്പ് കൊടുത്തിട്ട് അതില് സ്റ്റാലിന്റെ ഒക്കെ എന്തോ പടമുണ്ട്, കരുണാനിധിയുടെ എന്തൊക്കെ പടമുണ്ട്. എന്നിട്ട് പറയണുണ്ട് ആ പടം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വാറന്റി കിട്ടൂലെന്നെന്തോ പറഞ്ഞിട്ടുണ്ട്. അതായത് ആൾക്കാർ അത് റിമൂവ് ചെയ്തിട്ട് വിൽക്കണുണ്ടായിരുന്നു ലാപ്ടോപ്പ്. അങ്ങനെ എന്തോ ഒരു സാധനം ഞാൻ കണ്ട്, ഒരു വായിച്ച് അവിടെ. അങ്ങനെയൊക്കെ ബ്രാൻഡിങ് കൂടിയാണ്, ഫോട്ടോ ഒക്കെ വെച്ച് കൊടുക്കുന്നൊരു സാധനം. അത് ഇപ്പം കേരളത്തിലും ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇപ്പൊ എന്തോ BJP എന്തോ കിറ്റ് എന്തോ കൊടുത്തെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, വിവാദമായില്ലേ? അപ്പം അത് വേറെ, അതാണെന്തോ ആ ഒരു ഇതല്ല, ആ ഒരു ഇൻസിഡന്റ് ഇല്ല. അപ്പോഴത്തേക്ക് CPM പറയാനുണ്ടായിരുന്നു, CPM ഏത് നേതാവാണെന്ന് ഓർമ്മയില്ല, പറയാനുണ്ടായിരുന്നു നിങ്ങൾ കിറ്റൊക്കെ ആയിട്ട് ഇപ്പൊ ആൾക്കാർ ഇറങ്ങും, കിറ്റൊക്കെ വാങ്ങി വെച്ചോ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ വോട്ട് ചെയ്യുമ്പോഴത്തേക്ക് കിറ്റൊക്കെ അവർ ചുമ്മാ എല്ലാരും മാറ്റി വെച്ചു. എന്നോട് കേരളത്തിലെ ഇപ്പൊ ഇങ്ങനൊരു സാധനം കൊടുത്താലും
ഈവൻ ആൾക്കാർ ലാപ്ടോപ്പ് കൊടുത്താലും കമ്പ്യൂട്ടർ കൊടുത്താലും എന്ത് സാധനം കൊടുത്താലും അവർക്കൊരു വ്യക്തമായിട്ടൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആൾക്കാർക്ക് ഉള്ളൊരു പൊളിറ്റിക്സ് ഉണ്ട്, ആ സാധനത്തിലേ കൊടുക്കുള്ളൂ. മറ്റേ സാധനം ഇവിടെ വർക്കൗട്ട് ആവില്ല. പക്ഷെ അവിടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് വർക്കൗട്ട് ആവും. അപ്പൊ എന്തായാലും ജയലളിത മരിച്ചതിന് ശേഷം മറ്റേ അവിടെ ഒരു ഒപ്പോസിഷൻ എന്നുള്ളൊരു സാധനം ഭയങ്കര മിസ്സിംഗ് ആണ്. ഈ പളനിസ്വാമി പന്നീർസെൽവം ഒക്കെ വന്നു കഴിഞ്ഞാലും ഭയങ്കര ഡ്രാമ ആയിരുന്നു ആ സമയത്ത്. കരച്ചില് പിടിച്ചില്, പിന്നെ ഇവിടെ കടലില് നിന്ന് എന്തോന്ന പ്രാർത്ഥിക്കൊക്കെ. പിന്നെ ജയലളിതയുടെ വേറൊരു പുള്ളിക്കാരി ഉണ്ടായിരുന്നല്ലോ അടുത്തുള്ള തോഴി ശശികല, അവരും അതിനിടയ്ക്ക് എന്തോ ഡ്രാമ. അതിനകത്ത് വലിയ ഇൻവോൾവ് അല്ല, പഴയ ഒരു സ്ട്രോങ് സാധനം ഉണ്ടെന്ന് തോന്നുന്നില്ല. അവരായിരുന്നു ആദ്യം ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്, പിന്നെ ജയിലിലായി. അപ്പൊ അങ്ങനത്തെ ഒരു ഗ്യാപ്പിലാണ് നമ്മുടെ വിജയ അണ്ണ വന്നത്. വിജയണ്ണ ഇപ്പോഴല്ലേ വന്നത്? വിജയണ്ണന് മുമ്പ് അപ്പോഴ് എനിക്ക് തോന്നുന്നു രജനീകാന്ത്, പിന്നെ അതിന് ശേഷം കമലഹാസനൊക്കെ. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നു ജെന്യൂൻ ആയിട്ട് വന്ന ഒരാള് ക്യാപ്റ്റൻ നമ്മുടെ വിജയകാന്ത് ആണ്. വിജയകാന്ത് അതിന് മുമ്പ് പ്രോമിനന്റ് ആയിട്ട് നിന്നത്. പക്ഷെ പുള്ളി ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത്യാവശ്യം നല്ല മനുഷ്യനാണെന്നാണ് പൊതുവെ കിട്ടുന്നത്. ഈ പുറത്തൊരു ഓറ അല്ലെങ്കിൽ സിനിമയിൽ കാണിക്കുന്ന ഒരു ഇത് റിയൽ ലൈഫിൽ വേറെ അല്ലെന്നാണ് പറയണത്. പുള്ളി ഭയങ്കര കോമൺ, കുറച്ചുകൂടെ നേരത്തെ ഉണ്ടായിരുന്നു. അതെ, അതുപോലെ പുള്ളി ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്നാണ് കേട്ടുള്ളത്. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് തമിഴ്നാട്ടിൽ. അപ്പൊ അവര് പറയണത് അതിൽ കൂട്ടത്തിൽ അവർക്ക് ജെന്യൂൻ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ വിജയകാന്തിനെയാണ്. അവരങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആൾക്കാർക്ക്. ശ്രദ്ധിച്ചാൽ മതി. അല്ല, വിജയകാന്തിനെ ആ സൂപ്പർ സ്റ്റാറിന്റെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ആക്ഷൻ സൂപ്പർ സ്റ്റാറിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അതിനുശേഷം പുള്ളി അത് നിർത്തിയിട്ട് തന്നെ വിജയ് പോലെ തന്നെ നിർത്തിയിട്ട് തന്നെയാണ് ഇതിൽ വന്നത്. പിന്നെ പൊളിറ്റിക്സ് അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടിട്ടുണ്ട്. ഇത്തിരി ആരെന്ത് പറഞ്ഞാലും ഇപ്പൊ ജയലളിത ആണെങ്കിലും ജയലളിതയൊക്കെ പണ്ട് ആൾക്കാർക്ക് പേടിയായിരുന്നു കേട്ടിട്ടുണ്ട് സഭയിൽ വരുമ്പോൾ. അതിലും പുള്ളി ഭയങ്കരമായിട്ട് സംസാരിക്കുമായിരുന്നു. ഇതിനൊക്കെ എതിർത്ത് സംസാരിക്കാൻ ഓക്കെ ആയിരുന്നു. കാര്യം അന്ന് ഈ തമിഴ്നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരിക്കണ പാർട്ടിക്കെതിരെ അധികം ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ യവന്മാര് ഭയങ്കരമായിട്ട് അടിച്ച് അമർത്തും. ശ്രദ്ധിച്ചാൽ മതി. ജയലളിതയെ പണ്ട് അറസ്റ്റ് കൊണ്ടുപോയതും തിരിച്ച് മറ്റേ കരുണാനിധി അതേപോലെ കൊണ്ടുപോയതൊക്കെ നോക്കിയാൽ മതി. അതിൽ ഈ പുള്ളി ഇത്തിരി സ്ട്രോങ് ആയിരുന്നു. കോമൺ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു കേട്ടിട്ടുണ്ട്. പിന്നെ നീ പറഞ്ഞ നമ്മുടെ കമലഹാസൻ. പക്ഷെ കമലഹാസൻ അങ്ങനെ വർക്കൗട്ട് ആയില്ല. കമലഹാസനൊന്നും അങ്ങനെ വർക്കൗട്ട് ആവൂല. കാരണം സ്റ്റാർഡം ഇല്ല. ഇതെന്ന് വെച്ചാൽ സ്റ്റാർഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അങ്ങനെ ഒരു അത്രയും മാസിന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടല്ലോ, ഉണ്ട്. എന്നാലും അത് കൂടുതൽ സിനിമ മറ്റേ എന്തൂസിയാസ്റ്റ് ഉള്ള ആൾക്കാർക്കാണ്. അല്ലാതെ മറ്റേ പുള്ളി അങ്ങനെ ഭയങ്കര സൂപ്പർ സ്റ്റാർ ആ ഒരു മാസ് റോളൊന്നും അങ്ങനെ എടുക്കാറില്ല. പുള്ളി ആ ഒരു സിനിമ എന്തൂസിയാസ്റ്റിന് വേണ്ടിയൊക്കെയാണ് എടുക്കണം ഒരുപാട് പടങ്ങൾ. അപ്പോഴങ്ങനെ ഒരു ജനസാഗരം അങ്ങനെ ഒഴുകി വരാനുള്ള ചാൻസ് കുറവാണ് പുള്ളിക്കാരുടെ ഒരു ഇതിൽ. ഈ മാസിനെ പ്ലീസ് ചെയ്യണ സാധനം പുള്ളിയുടെ കുറവാണ്. അതിലുള്ളത് അജിത്ത്, വിജയ്, രജനീകാന്ത്, 3 പേരെ അങ്ങനെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ആൾക്കാരുള്ളൂ. അതിൽ അജിത്താണെങ്കിൽ ഒരു സ്റ്റാൻഡും ഉണ്ട്. പുള്ളി അതൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞിട്ടുമുണ്ട്. പുള്ളി അങ്ങനെ സ്വാധീനിക്കാറില്ല. പുള്ളിയുടെ സ്റ്റാർഡം വെച്ചിട്ട് അങ്ങനെ പുള്ളി ഇത് പരസ്യത്തിൽ അഭിനയിക്കില്ല. പിന്നെ പുള്ളി പ്രൊമോഷൻ പോലും ചെയ്യില്ല. പ്രൊമോഷൻ ചെയ്യൂല. അല്ലാതെ അങ്ങനെ ഒരു വേറൊരു ഇടയ്ക്ക് എന്തോ ഒരു പരസ്യം ചെയ്തതിന് ഇപ്പൊ എയറിൽ പോയായിരുന്നു. ഇടയ്ക്ക് പുള്ളി സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ എന്തോ ഒരു സാധനം ഞാൻ കേട്ട്. അതെനിക്ക് റേസിംഗ് ആക്കിയില്ല. അപ്പൊ അതിന്റെ ഫണ്ട് വേണ്ടത് ചെയ്തു. അപ്പോഴത്തേക്കും യവന്മാര് ഭയങ്കരമായിട്ട് എതിർക്കണുണ്ടായിരുന്നു, ഫാൻസ്. അപ്പൊ പുള്ളി തന്നെ പറയാനുണ്ട് ഇതിന്റെ സാധനത്തിലാണ് ചെയ്യണത്. എന്താ ഇതിന് ഫണ്ട് വേണമല്ലോ, ഈ റേസിംഗ് ഒക്കെ. റേസിംഗിനൊക്കെ വരുമ്പോഴും മറ്റേ ഇവിടെ മറ്റേ MRF അങ്ങനെയൊക്കെ വേണ്ടേ? രസമില്ലല്ലോ. അല്ല, പക്ഷെ പുള്ളിക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഒരു ക്യാരക്ടറും ഉണ്ട്. അങ്ങനെ ആ ഒരു സാധനം യൂസ് ചെയ്ത് ഒന്നും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പുള്ളി നോക്കിയിട്ടില്ല. അപ്പം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇതിലോട്ട് വന്നിട്ടുള്ളത് വിജയാണ്. വിജയും TVK പാർട്ടി. എന്തായിരുന്നു തമിഴ് വെട്രി കഴകം. കഴകം കുറച്ച് തിരുവനന്തപുരത്തും അതിന്റെ ബ്രാഞ്ചസ് ഒക്കെ അവിടെ പ്രൊമോട്ട് ചെയ്യും. അല്ല, വിജയ് ആസ് ആൻ ആക്ടർ എനിക്ക് തോന്നുന്നു ആഫ്റ്റർ രജനീകാന്ത് സൗത്ത് ഇന്ത്യയില് ഭയങ്കര ഫാൻസ്. ഇപ്പം കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു മോഹൻലാലും മമ്മൂട്ടിയും പടങ്ങൾ പോലെ ആഘോഷിക്കുന്ന ഒരു സിനിമ ഉണ്ടെങ്കിൽ അത് വിജയരേ ഉള്ളൂ. നമ്മളാണെങ്കിലും ഫസ്റ്റ് ഡേ പോയി കാണുന്നത് വിജയരെ പടമായിരിക്കും. മോഹൻലാലും മമ്മൂട്ടി വിജയ് അങ്ങനെയല്ല, മോഹൻലാല് വിജയ്. ചിലപ്പോ മോഹൻലാലിനേക്കാൾ ചിലപ്പോ ഒരു ഇത് വന്നിട്ടുണ്ട് ആദ്യം ഈ ഫസ്റ്റ് ഷോയ്ക്കൊക്കെ.
അല്ല നമ്മളും പോയി കാണും. വിജയ് പടം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളും ഫസ്റ്റ് ദിവസം പോയി കാണും. സാധനങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത്. പാട്ട്, ഡാൻസ്, ആ ഒരു അതെ പുള്ളിയുടെ ഫുൾ ഒരു സെലിബ്രേഷൻ മൂഡ് സാധനം. അതുകൊണ്ട് മിക്കവരും പോയി കാണും. ആ ഒരു സംഭവം ഉണ്ട്. പിന്നെ എനിക്ക് റീസെന്റ് ആണ് ഈ പിന്നെ ഓരോ സമയം മറ്റേ ഫാൻ ഫൈറ്റ് ഒക്കെ ഉണ്ടാകുമ്പോഴും എപ്പോഴും വിജയ് ആയിരിക്കും ഇപ്പുറത്തെ സൈഡില്. അപ്പുറത്തെ സൈഡില് അജിത്ത്, സൂര്യ, ഇങ്ങനെ ഓരോരുത്തർ സൂര്യ വിജയ്. പിന്നെ സൂര്യ സമയമായപ്പോഴത്തേക്കും കൂടുതലും വിജയ് തന്നെ കയറി വന്നത്. അത് സ്റ്റാർട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് എത്തിയിട്ടില്ല. ആരും എത്തണില്ല. അജിത്ത് ആവട്ടെ, സൂര്യ ആവട്ടെ, അങ്ങോട്ട് ഒരു മറ്റേ ഹിറ്റൊക്കെ ഇത്രയും പറ്റണില്ല. എന്ന് വെച്ചാൽ പുള്ളി ഒരു പൊട്ടിയ കൂതറ പടം എടുത്താലും അത് ഹിറ്റാവും. അത്ര ബാങ്കബിളായി. അപ്പോഴാ ആ ഒരു ഇത് ഇല്ല, ആർക്കും ഇല്ല. അതിന്റെ ഇടയിൽ കമ്പയർ ചെയ്യണത് രജനീകാന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ രജനീകാന്തും ആ ഒരു ഇതിൽ ഇല്ലായിരുന്നു. ജയിലർ വന്നപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു അല്ല, ഞാൻ ഈ തിരുവനന്തപുരത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ചിട്ട് ഇവിടെ ഒരു ഫ്ലെക്സിന്റെ കൾച്ചർ ഭയങ്കര കൂടുതലായിരുന്നില്ലേ? ആ സമയത്ത് നോക്കിയാൽ മതി. സൂര്യ ആ സമയത്താണ് സൂര്യയും കുറച്ചുണ്ടായിരുന്നു. ഫ്ലെക്സ് ഒക്കെ വയ്ക്കും ആൾക്കാര്. സൂര്യയും വിജയ് കോളേജ് ടൈമിലൊക്കെ സ്കൂള് തന്നെയായിരുന്നു. സ്കൂൾ ടൈമിൽ തന്നെ ഒരു +2 ഉള്ള സമയത്തൊക്കെ നോക്കിയാൽ മതി. ബുക്ക് വാങ്ങുമ്പോൾ തന്നെ ഒരാള് മറ്റേ സൂര്യയുടെ പടമുള്ള ബുക്ക്, വിജയുടെ പടമുള്ള ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അന്നേ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ ഫാൻസ് എല്ലായിടത്തും ഉണ്ട്. അല്ല, ഒരു ആക്ടർ വെച്ച് നോക്കുമ്പോഴേ ആ ഒരു സ്റ്റാർ മെറ്റീരിയൽ ഇല്ലേ, അത് വിജയ്ക്കുള്ള പോലെ ബാക്കിയുള്ളവർക്ക് കുറവായില്ല. എന്ന് വെച്ചാൽ ഡാൻസ് കളിക്കണതും ഫൈറ്റും പിന്നെ ബാക്കിയുള്ള സ്വാഗും എല്ലാം കൂടെ നോക്കുമ്പോഴേ ആ ഒരു ഇതിലും ഇങ്ങനെ ഒരു സാധനം ഇല്ല. ഡാൻസ് കളിക്കുന്നത് ഭയങ്കര ഒരു ഫാക്ടറാണ്. ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനത്തെ ഒരു സാധനം ഇല്ല. അങ്ങനെ ഒരു ഇത്രയും എൻജോയ് ചെയ്ത് കളിക്കണേ. ഇങ്ങനെ മ്യൂസിക്, പുള്ളിയുടെ മ്യൂസിക്സും അതിനനുസരിച്ചുള്ള ഭയങ്കര സെലിബ്രേഷൻ സാധനങ്ങളാണ്. മിക്ക അമ്പലങ്ങളിലും അത് തന്നെ ആയിരിക്കും ഇടുന്നത്. ആ ഒരു ഫസ്റ്റ് ഇയർ സീസൺ അല്ലേ, ആ പാട്ടേ ഇടൂ. അപ്പം അതിൻ്റെ ഒരു സംഭവം ഉണ്ട്. ആ മാസിന് പ്ലീസ് ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങൾ പുള്ളി എല്ലാ സമയത്തും എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഇതിലാണ് ഇപ്പം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ജയലളിത മരിച്ചപ്പോഴാണ് എനിക്ക് തോന്നുന്നില്ല അപ്പോഴുണ്ടായ ഒരു തോട്ടാണെന്ന് തോന്നുന്നത്. ഇത് പുള്ളിക്ക് പണ്ടുതൊട്ടേ ഉള്ള ഒരു മൈൻഡിലുള്ളൊരു സാധനമാണെന്ന് തോന്നുന്നുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും തുടങ്ങിയ സംഭവമല്ല. കാര്യം പുള്ളിയുടെ സിനിമകൾ നോക്കിയത് കുറച്ച് നാൾ മുന്നേ ഉള്ള പടങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ജയലളിതയ്ക്ക് മുന്നേ, ജയലളിത മരിച്ചതിന് മുന്നേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്കൊന്ന് പ്ലാനിങ് ഉണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന്റെ ഒരു ഗ്യാപ്പ് ഈ സമയത്തേ ഉള്ളൂ, ഇപ്പോഴേ ഉള്ളൂ. അത് ചിലപ്പോൾ അത് BJP നോക്കിയിട്ടുണ്ട് ആ ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി. മറ്റേ ഒരു IAS കാരനൊക്കെ ഉണ്ടായിരുന്നല്ലോ, IPS അണ്ണാദുരൈ. അപ്പം അത് BJP അത് ബാങ്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ രജനീകാന്ത് അങ്ങനെ ഒറ്റയ്ക്ക് ബാങ്ക് ചെയ്യാൻ കപ്പാസിറ്റി പുള്ളിക്കില്ല. അപ്പം ആ ഒരു ഇതിൽ ഇപ്പം ഈ പുള്ളി മാത്രമേ ഉള്ളൂ. ഈ വിജയ് മാത്രമേ ഉള്ളൂ. അതെനിക്ക് തോന്നുന്നു ആ ഒരു ജയലളിതയുടെ ഒരു മരണത്തിന് ശേഷം ഉണ്ടായ ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് എനിക്ക് തോന്നിയത്. അല്ല, ഞാൻ പടങ്ങളെ കുറച്ച് നാളായിട്ട് പുള്ളിയുടെ പടങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭയങ്കര രക്ഷകൻ റോള് ഭയങ്കര കൂടുതലാണ്. അതും രക്ഷകൻ മാറി, പഞ്ചായത്തിന് രക്ഷിക്കുന്ന സാധനം മാറി, ലോകത്തിനെ ആയിരിക്കും. അല്ല പ്ലാനൊക്കെ കാണും. അങ്ങനെ ഒരു സാധനം എനിക്ക് തോന്നിയിട്ടുണ്ട്. സൂപ്പർ സ്റ്റാറുകൾക്ക് കുറച്ച് ക്രൂക്കഡായിട്ട് ചിന്തിക്കണ എല്ലാവർക്കും രാഷ്ട്രീയത്തിലൊരു കണ്ണ് കാണും, നോട്ടം കാണും. നമ്മളുടെ മറ്റേ നല്ല ആൾക്കാർ കാര്യം അവിടെ അതൊരു കൾച്ചറാണല്ലോ. ഇത് ഒരു സ്റ്റാർ ആവുക, അതിനുശേഷം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളൊരു സാധനം. ചിലപ്പോ ഇവര് വിചാരിക്കുന്നത് ബാക്കിയുള്ള അനീതികൾക്കെതിരെ പോരാടാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവരുടെ മൈൻഡിൽ അതായിരിക്കും. സർവീസ് ആയിരിക്കും, ഒരു സർവീസ് കൊടുക്കാൻ അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെയായിരിക്കും. സത്യപ്രതിജ്ഞ കേട്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ അതില് ഇവരുടെ അതാണ് എടുത്ത് പറയണ്ടേ. ഇവരുടെ ഓരോരോ എലക്ഷൻ പ്രമാണിച്ചിട്ടുള്ള ഓരോ സ്റ്റണ്ടുകൾ, ആ സാധനം ഞാൻ ഇതിൽ മാത്രമേ കണ്ടുള്ളൂ, പാണ്ടിപ്പടയിൽ മാത്രമേ കണ്ടുള്ളൂ, കണ്ടിട്ടില്ല. അങ്ങനെ ഒരു അതൊരുമാതിരി മറ്റേ സിനിമ അല്ലേ, സിനിമ ഒരു സംഘത്തിൽ ചേരുമ്പോ എങ്ങനെയാണോ ആ ഒരു സെറ്റപ്പ് ആയി പോയി. മറ്റേ കാൻഡിഡേറ്റ്സ് എല്ലാരും കൂടെ ഒന്ന് നെഞ്ചിലൊക്കെ അയച്ചാണ്. മക്കൾക്ക് വേണ്ടി പൊതുസേവ ചെയ്യണം, പൈസ എടുക്കാൻ പാടില്ല, പൈസ തൊടൂല, പൈസ തൊടാൻ പാടില്ല, മക്കളുടെ പൈസ തൊടൂല, പിന്നെ
ഇത് ഡ്രഗ് ഫ്രീ സൊസൈറ്റി, വേറെന്തൊക്കെയോ ഉണ്ടായിരുന്നു, മറന്നു. ഇത് സ്ത്രീ സുരക്ഷ, എന്തെന്ന് തമിഴ്നാടിനെ ഒന്നിപ്പിക്കണമെന്ന് അങ്ങനെ എന്തൊരു ഒരു ഡയലോഗ് ഉണ്ട് അതില്. തമിഴിലാണ് പറയണം, മനസ്സിലാവും. അങ്ങനത്തെ എന്ത് സാധനങ്ങളൊക്കെ ഉണ്ട് അതില്. കൊള്ളാം സംഭവം, കൊള്ളാം. അതൊരു വെറൈറ്റി സംഭവമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും ഇതൊരെങ്കിലും ആൾക്കാർക്ക് അറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടോ? നമുക്കൊക്കെ അറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടോ പുള്ളിയുടെ കൂടെ നിൽക്കണം? അല്ല കാൻഡിഡേറ്റ്സിനൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അതാണ് ഞാൻ ചോദിച്ചത്. ഫുള്ള് വാർത്തയിൽ എപ്പോഴും വിജയ് കാണിക്കുന്ന ഓരോരോ സംഭവങ്ങൾ തന്നെ. ആദ്യം ഈ വിജയുടെ പാർട്ടി തുടങ്ങി, പിന്നെ അതിനുശേഷം വരെ തൃശ്ശയുടെ പ്രശ്നം, പിന്നെ ഈ സിനിമ ഇറക്കണില്ല, ജനനായകൻ ഇറക്കണില്ല, പിന്നെ ഇതേപോലെ ആൾക്കൂട്ടത്തില് മരിച്ചത്. അപ്പൊ അങ്ങനെ അങ്ങനെ ഫുള്ളി ന്യൂസ് ഫുള്ള് രജനിയാണ്, വിജയ് ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് വിശാലും എനിക്ക് തോന്നുന്നു ഇത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഒരു പണി ഉണ്ടായിരുന്നു തോന്നുന്നു. അന്ന് പുള്ളി കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കുമായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റേ സൈക്കിളിൽ പോണത് പുള്ളി കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ ഫുഡ് കഴിക്കുമ്പോഴേ ഫുഡ് ഇങ്ങനെ കൊണ്ട് ഇരുത്തുമ്പോഴത്തേക്ക് ആദ്യം തൊഴുതിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് കുരിശൊക്കെ യോഗി ബാബു എടുത്തിട്ട് അത് യോഗി ബാബുവിന്റെ എക്സ്പ്രഷനിലാണ് ആ സാധനം പോയത്. അല്ല പുള്ളി ഒരു സ്ഥലത്ത് നിന്നിട്ടുണ്ട്, പിന്നെന്തോ ആ ടൈമിൽ എന്തോ തള്ളിപ്പോയെന്നാ ഇത് എലക്ഷൻ എന്തോ റിജക്ട് ചെയ്ത് അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട്. പത്രിക റിജക്ട് ചെയ്ത് അങ്ങനെ എന്തോ. അങ്ങേരായിരുന്നു വിശാലായിരുന്നു ഇവരുടെ ഇതിന്റെ നല്ല പവർഫുൾ ആയിരുന്നു. അമ്മ പോലത്തെ സംഘടനയില്ലേ തമിഴ്നാട് സിനിമാ സംഘടനയുടെ പുള്ളി പണ്ട് ഈ വ്യാജ CD ഒക്കെ ഇറങ്ങുമ്പോഴേ പുള്ളി കറക്റ്റ് കടയിൽ പോയി അപ്പൊ തന്നെ പിടിക്കും, ഡയറക്റ്റ് ഇറങ്ങി പിടിക്കും. അങ്ങനെ അവർക്ക് ആ ഒരു ഇതിലൊരു ഇതുണ്ടായിരുന്നു, പുള്ളിക്ക് ഒരു പവർ ഉണ്ടായിരുന്നു, കൂട്ടത്തില് പവർ ഉണ്ടായിരുന്നു. കടയിലൊക്കെ പണ്ട് CD കടയിലൊക്കെ പോയി വ്യാജ CD പറഞ്ഞപ്പോ ഇപ്പൊ അതാണ് കത്തി നിൽക്കുന്നത്. ജനനായകന്റെ ലീക്ക് മാസ്റ്റർ കോപ്പി മാസ്റ്റർ കോപ്പി ലീക്ക് ആയെന്നാണ് പറയുന്നത്. HD വേർഷൻ തന്നെയാണ് ലീക്ക്. കാരണം സിനിമയില് തിയേറ്ററിൽ ഇറങ്ങിയില്ലല്ലോ, നല്ല തിയേറ്റർ പ്രിന്റ് ഇറങ്ങാൻ പറ്റും, HD വേർഷനിൽ ഇറങ്ങാൻ പറ്റും. ഈ മറ്റവർക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ തിയേറ്റർ പിന്നെ വെറുതെ ഇങ്ങനെ നമ്മള് ഷൂട്ട് ചെയ്യുന്നല്ലേ കാണുന്നത്. ഇത് സാധാ മാസ്റ്റർ കോപ്പി അതേപോലെ അങ്ങ് ലീക്ക്. അത് കറക്റ്റ് ഈ ഇലക്ഷൻ 23-ാം തീയതിയാണ് അവരുടെ ഇലക്ഷൻ. അപ്പൊ ആ ഒരു ടൈം ഗ്യാപ്പിൽ തന്നെ ഈ സംഭവം ഇറക്കി. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ സിനിമ ഇറക്കിയിട്ട് കാര്യമൊന്നുമില്ല. അതാണ് ഈ വേറൊരു ആൾക്കാർ ഈ ഒരു കോൺസ്പിറസി പറയണത്, ഇത് വിജയുടെ ടീം തന്നെയാണോ ചെയ്തത്. അതുകൊണ്ടാണ് അതാണ് ആ ഒരു സംശയം വന്നത്. പിന്നെ നേരത്തെ ഇറക്കാനിരുന്നാണ്, അന്ന് സമ്മതിച്ചില്ല, കോടതി തടഞ്ഞു. പിന്നെ കുറെ മറ്റേ കട്ടൊക്കെ കിട്ടിയല്ലോ, കുറെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. മൊത്തത്തിൽ ജനനായകനും അതിൽ വാർത്തയായിരുന്നു. ലാസ്റ്റ് സിനിമയാണ്, പിന്നെ ഈ സിനിമ മാക്സിമം 1000 കോടി അടിക്കുമെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത് ഫാൻസ്. എനിക്ക് ഇപ്പൊ പറയുന്നത് ജനനായകൻ സിനിമയുടെ നഷ്ടത്തിന് വേണ്ടിയിട്ട് പുള്ളി ഒന്നുകൂടെ അഭിനയിക്കും. തിരിച്ചു വന്നു. നരേറ്റീവ് ക്ലിയർ ആയില്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് നഷ്ടം വന്നു. ഇത് തിരിച്ചു വരാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവനായ നല്ല ഹൃദയത്തിന് ഉടമയായ വിജയ് ആ പ്രൊഡ്യൂസറിന് വേണ്ടി തിരിച്ചു വരുന്നു, വീണ്ടും അവർക്ക് വേണ്ടി ഒന്ന് സഹായിക്കാൻ വേണ്ടി തിരിച്ചു വരുന്നു, ഒരു സിനിമയോട് അഭിനയിക്കുന്നു. പറഞ്ഞു വരുന്ന വിജയാണ് കുറ്റവാളി എന്നാണ്. ബുദ്ധി വെച്ച് ചിന്തിക്കുമ്പോഴേ അങ്ങനെ ചിന്തിച്ചൂടെ? നിന്റെ ബുദ്ധി വെച്ചിട്ട് നീ ചിന്തിച്ചല്ല. സത്യം പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ മറ്റേ ഇതില്ലേ, പുള്ളിക്ക് കിട്ടിയ സാലറി തിരിച്ചു കൊടുത്താൽ പോരെ. അത് തന്നെ ആയിരിക്കും അതിന്റെ ഒരു മുക്കാൽ ഭാഗം. സാലറി ഇല്ലാതെ അഭിനയിക്കുമായിരിക്കും. അല്ല, അത് ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ മെയിൻ ആയിട്ട് നിൽക്കുന്ന കുറച്ച് പേരൊക്കെ ഈ രാഷ്ട്രീയത്തിലുള്ളവരൊക്കെ പറയുന്നുണ്ട് ഈ വിജയ് ആയിരിക്കും, അല്ല വിജയ് അല്ല, ഇവരെ അറിഞ്ഞുകൊണ്ടുള്ളൊരു റിലീസ് ആയിരിക്കും ഇപ്പോഴും നടന്നതെന്നാണ് പറയുന്നത്. ലീക്ക് പ്രൊപ്പഗാൻഡ സിനിമകള് എന്ന് വെച്ചാൽ ഇതൊരു പ്രൊപ്പഗാൻഡ സിനിമയായിരിക്കും. എന്ന് വെച്ചാൽ എന്തായാലും ഇലക്ഷൻ നേരിടുന്ന ഒരു ഇതല്ലേ, അപ്പോഴ് ഇലക്ഷന് വേണ്ടി ഒരു സിനിമ ഇറക്കുമ്പോഴ് ആ ഒരു പ്രൊപ്പഗാൻഡ എന്തായാലും കാണും. അത് ബാധിച്ച് ആൾക്കാർ വോട്ട് മാറ്റി കുത്താനും അങ്ങനെയൊക്കെ ഒരു ഇത് കാണും. എന്ന് വെച്ചാൽ സിനിമ ആയാലും ഈ തമിഴ് ഓഡിയൻസ് സാധാരണ സിനിമ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോഴ് ഈ ഇങ്ങനത്തെ ഒരു മെസ്സേജാണ് അതിനകത്ത് ഉള്ളതെങ്കിൽ അത് ഇലക്ഷനെ ഒരു ഇത് ബാധിക്കും. അത് എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെ മറ്റേ യാത്ര സിനിമയില്ലേ, ആന്ധ്രാപ്രദേശിൽ ഇറങ്ങിയ, അതൊക്കെ ഇലക്ഷൻ ടൈമിലാണ് ഇറങ്ങിയത്.
അതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയണത്. ജഗ്മോഹൻ റെഡ്ഡി, ജഗ്മോഹൻ റെഡ്ഡി, YSR കോൺഗ്രസിന്റെ. ഓക്കെ. അല്ല, ഈ സാധനം ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയുടെ അടുത്ത ആരോ ആണ് ഇത് ലീക്കാക്കിയെന്നാണ് ഒരു തിയറി. വിജയ് അല്ലെങ്കിൽ വിജയുടെ അടുത്ത അനുയായികളിൽ ആരോ ഒരാൾ, ചിലപ്പം വിജയുടെ അറിവ് ഇല്ലാതെ ആയിരിക്കാം, പക്ഷെ മനഃപൂർവ്വം ആണെന്നാണ് ഒരു. എന്നാലും സെൻസർ ചെയ്ത ആൾക്കാരല്ലല്ലോ. സെൻസർ ബോർഡ് അല്ലെന്നാണ്. സെൻസർ ബോർഡ് എന്തായാലും അങ്ങനെ സെൻസർ ബോർഡ് ആണെങ്കിൽ അപ്പൊ തന്നെ തൂക്കൂലേടാ, കുറച്ചു പേരല്ലേ കാണുള്ളൂ, അപ്പൊ തന്നെ ക്ലിപ്പ് വീഴൂലേ. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, 400 എത്രയോ കോടി, 500 കോടിയുടെ സിനിമ ആയിരിക്കും. 500 കോടിയുടെ സിനിമ ഒരു ഇലക്ഷന്റെ മുമ്പ് വെറുതെ ലീക്കാക്കുന്നു. ഇതെന്തോന്ന് നമ്മള് വ്ളോഗ് വരെ ഇതെന്തോന്ന് വ്ളോഗാ, നമ്മള് മറ്റേ കുക്കിംഗ് റെസിപ്പിയാ ലീക്കാ. എനിക്കത് വിശ്വസനീയമല്ല ഇത്. അല്ലാതെ അല്ല, ഈ വിജയൊന്നും അറിയാണ്ടാണ് ഇത് ചെയ്തതെന്നുള്ളത് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പാട്. ആയിരിക്കാം, ചിലപ്പോൾ പുള്ളി അറിഞ്ഞു കാണൂലായിരിക്കും. പക്ഷെ അവര് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യൽ ഇതിന്റെ തിയറി അത്ര അവര് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയണത് ഈ ഒപ്പോസിഷൻ പാർട്ടീസ് ആണ് ഇത് ലീക്കാക്കിയെന്നൊരു ഇതുണ്ട്. ഇവരുടെ ഈ TVK പറയണത് ഒപ്പോസിഷൻ പാർട്ടീസ് ആയിരിക്കാം ഇത് ലീക്ക് ചെയ്യിച്ചതെന്ന്. പക്ഷെ ഇത് പ്രിന്റ് കണ്ടവരുടെ ഇനിഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പോസിഷൻ പാർട്ടീസ് എന്തായാലും ഇത് ലീക്ക് ചെയ്യില്ല എന്നാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിലെ ഡയലോഗുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നടി മറ്റേ കസ്തൂരി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പറയണത് ഇത് ഫുള്ള് പ്രൊപ്പഗാണ്ട പടമാണ്, കാണരുതെന്നല്ല, അല്ല അത് ക്ലിപ്സ് കണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് കേസാവൂലേ ഈ പൈറസി കണ്ടെന്ന് പറഞ്ഞാൽ. അല്ല, അവര് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമോ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഇതിന്റെ ചില ഭാഗങ്ങൾ കണ്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്. ഫുൾ സിനിമ ഇറങ്ങിയിട്ടില്ല, ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ പറയുന്നുണ്ട്. നമ്മള് പക്ഷെ ഒരു ഭാഗം കണ്ടില്ല, ഒന്നും കണ്ടില്ല. ഞാൻ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കി വല്ലതും എവിടെയെങ്കിലും കിടപ്പുണ്ടോ. അതല്ല, എന്താണ് സംഭവം, ഇങ്ങനത്തെ ക്വാളിറ്റി ആണെന്നൊക്കെ അറിയണ്ടേ. ഒരു ഡിറ്റക്റ്റീവ് പർപ്പസ് അല്ലേ, ഒന്നും കിട്ടെ. എനിക്കൊന്നും എല്ലാവരും റിമൂവ് ചെയ്തെന്ന് തോന്നുന്നു. ഇത് ആരായിരിക്കും റിമൂവ് ചെയ്ത്? പിന്നെ ഏതോ ഒരു അവിടത്തെ ലോക്കൽ കേബിളുകാരൻ പ്രദർശിപ്പിച്ച്, ലോക്കൽ കേബിളുകാരൻ അവന്റെ അയാളുടെ ചാനലിൽ. ദൃശ്യം സിനിമയിൽ മോഹൻലാലിന് കേബിൾ അല്ലേ പണി ലോക്കൽ, അപ്പൊ രാത്രി സിനിമ ഇടൂല്ലോ, പുള്ളി എന്നെ സീരിയറ്റ് സിനിമ ഇടൂല്ലേ. പണ്ട് ഞാൻ കണ്ടു ട്രാഫിക് ഇറങ്ങി അതിന്റെ മാസ്റ്റർ പ്രിന്റ് ഇറങ്ങിയ സമയത്ത് ഏതാ ഒരു പേരൊന്നും ഇല്ലാത്ത ഒരു സാധനം കേബിളില് ഇട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ആ സാധനം. അപ്പൊ അതേപോലെ കേബിളില് വരുന്നില്ല, അവന് പ്രശ്നമില്ല, കേബിളുകാരനാണ് പ്രശ്നം. അങ്ങനെ ഇടുന്നവരുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു ഇത് കൊള്ളാല്ല പരിപാടി. അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രം അവോയ്ഡ് ചെയ്തിട്ട് തമിഴ്നാട്ടിൽ മാത്രം കൊടുത്ത ഈ സാധനം എനിക്ക് ഇവിടെ കിട്ടുന്നില്ല. അവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് അവർക്ക് സിനിമ കാണണമെന്നേ ഉള്ളൂ. അവർക്ക് ഈ വെയിറ്റ് ചെയ്ത് തിയേറ്ററിൽ നമ്മളെ പോലെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നും പറഞ്ഞ് അവരിയ്ക്കൊന്നുമില്ല. അവർക്ക് സിനിമ വന്ന് കാണണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരാ. അപ്പോഴ അവരെന്തായാലും കണ്ടു കാണും. കുറെ പേര് കണ്ടു. പക്ഷെ ഒരു ഇലക്ഷൻ ഇൻഫ്ലുവൻസിങ് ഫാക്ടർ അനുസരിച്ച് അല്ല, ഇൻഫ്ലുവൻസ് ചെയ്യാൻ അനുസരിച്ചുള്ള ആൾക്കാര് കണ്ടു കാണൂല. എങ്കിലും കണ്ടു കാണൂടാ. ഒരാൾ ഡൗൺലോഡ് ചെയ്യുന്ന വെച്ചോ, ഒരു തമിഴ്നാട് ഒരു ജില്ലയില് അങ്ങേര് തന്നെ ഇത് കൊടുക്കൂലേ അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പൊ ഇങ്ങനത്തെ ഇപ്പൊ ഒരു പ്രൊപ്പഗാണ്ട പടമാണ്, അപ്പൊ അങ്ങനത്തെ സാധനമൊക്കെ ആണെങ്കിൽ ചിലപ്പോ അത്ര ഓടൂല. നല്ല പടമൊക്കെ ആണെങ്കിലല്ലേ ഓടും. എങ്കിലും വിജയുടെ പടം റിലീസ് ആവുന്നതിന് മുമ്പ് കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് അല്ല, ലീക്കായെന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി വരും. അത് ഒരു പോയിന്റ് ആണ്. എനിക്കും ഒരു ക്യൂരിയോസിറ്റി ഒക്കെ വന്നത്. അപ്പോഴേ ആ ക്യൂരിയോസിറ്റി ഉള്ളവരെല്ലാരും എന്തായാലും കാണും. അത് കുറെ പേരെ കാണൂടാ. അതൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സ്ഥലത്ത് ഒരു 1000 വോട്ടിനെങ്കിലും അത് പക്ഷെ എന്നാൽ അതൊരു ഒരു ഇപ്പം കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെക്നിക്കലി ഇതൊക്കെ ആയിട്ട് സാവി ആയിട്ടുള്ളവർക്കല്ലേ ഇതൊക്കെ പെട്ടെന്ന് കിട്ടാൻ സാധ്യത. അപ്പൊ അവിടെ കുറെ ഈ അമ്മച്ചിമാരും അപ്പൂപ്പന്മാരും അവരൊക്കെ കുറെ അങ്ങനത്തെ കുറെ വോട്ടുകളും ഉണ്ടല്ലോ. അതൊക്കെ ഭയങ്കര ഡിസൈഡിങ് ഫാക്ടർ ആണല്ലോ. അവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റൂ. അല്ല, സാവി ആയിട്ടുള്ള ഒരാള് ഡൗൺലോഡ് അമ്മച്ചിമാർക്ക് രാത്രി അതിനെക്കാട്ടി ഏറ്റവും നല്ല അവർക്ക് യൂട്യൂബില് റിമൂവ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്.
അല്ല ഈ ഇവർക്ക് ടീമിനെ തന്നെ എഴുതാമല്ലോ. ടീമിനെ തന്നെ കിട്ടാ പോരാ യൂട്യൂബിൽ. ഇത് ഡയറക്റ്റ് ഇടാനൊക്കെ പറ്റും. സിനിമ ഇടാൻ പറ്റും. സിനിമ ഇടാറുണ്ടല്ലോ. ഇടാലോ, ഫുൾ സിനിമ അങ്ങ് യൂട്യൂബിലും ഇടണം, പ്രദർശിപ്പിക്കണം. അങ്ങനെ സെൻസർ ചെയ്യാതെ അങ്ങനെ യൂട്യൂബിന് സെൻസർ ഒന്നും ഇല്ലല്ലോ. അതില് ഈ അവരുടെ പിന്നെ നമ്മുടെ സാധനമൊക്കെ സെൻസർ ചെയ്തിട്ടാണ്. അല്ലല്ലോ, അല്ല അത് സിനിമ കിട്ടാ മതി. ഇല്ല യൂട്യൂബിൽ സെൻസറിങ് ഒന്നും സർട്ടിഫിക്കേഷൻ ഒന്നും ഇല്ല. വ്ളോഗ് പാർട്ട് 1, എനിക്ക് തോന്നുന്നു ഇത് വ്ളോഗ് പാർട്ട് 2, വ്ളോഗ് പാർട്ട് 3. അല്ല ഈ അഡൽട്ട് കണ്ടന്റ് ഇല്ലാതിരുന്ന അതിന്നേ ഉള്ളൂ അങ്ങനെ എന്തോ ഉണ്ട്. യൂട്യൂബിന്റെ ഇതൊക്കെ മാത്രം മതി എന്ന് തോന്നുന്നു. യൂട്യൂബിന്റെ ഗൈഡ് ലൈൻസ് മാത്രം. ഷോർട്ട് ഫിലിം ഒക്കെ ഇടാറുണ്ടല്ലോ, അതുപോലെ കിട്ടും. പിന്നെ നഷ്ടമായിരിക്കും, നല്ലൊരു നഷ്ടം എത്രയൊന്നും പൈസ ഇത്രയൊന്നുമല്ല, അതിന്റെ ഒരു 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 അംശം 10% ഒക്കെ പിടിക്കാൻ പറ്റും. 10% പാടാ പിടിക്കാനോ തിരിച്ചു പിടിക്കാനോ യൂട്യൂബിൽ എന്തോ 1% 1% അങ്ങനെ കിട്ടും. അതും പാടാ. എന്നാലും പർപ്പസ് ഇതായല്ലോ, ക്ലിയർ ആയല്ലോ. ആൾക്കാർ ഇതിനെക്കാട്ടി റീച്ച് കിട്ടും. പക്ഷേ ഉള്ള ഇതെന്ന് വെച്ചാൽ ഇതിനു വേണ്ടി എടുത്ത് ഇറക്കിയ പോലെ അവർക്കൊരു ഇമേജ് വരും. അതെ. പക്ഷെ ഇതിപ്പോ വേറൊരു ഇമേജ് ആയിപ്പോയില്ലേ, മൊത്തത്തില് വേറൊരു ഇമേജ് ആയി. മറ്റേതാണെങ്കിൽ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നു, ഇതാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നുള്ളതായിരുന്നു. ഇതിപ്പം മറ്റേ ഇതിനു വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നുള്ളൊരു വർത്താനമായി, കുറച്ചുകൂടെ പോലെ ആയിപ്പോയില്ലേ. ഇനി അവരറിയാതെ ചോർന്നതാണെങ്കിലോ അതറിയില്ല, എന്നല്ല പിൻവലിച്ചു. അങ്ങനെയാണെങ്കിൽ പാവം, കാരണം ഇത്രയും കോടി പോയല്ലേ പാവം. പ്രൊഡ്യൂസറിന്റെ ഇത് കീറിപ്പോവും. അല്ല, പ്രൊഡ്യൂസറിന് ഇത്രയും ദിവസം ഇരിക്കുന്നത് തന്നെ നഷ്ടക്കച്ചവടമല്ലേ ആണ്. പ്രൊഡ്യൂസറിന് ജനുവരി 19 ഇറക്കാനുള്ള സാധനം ഇത്രയും നീട്ടിപ്പോയത് നഷ്ടമാണ്. മനുഷ്യനാണെങ്കിൽ ഇത്രയും നാള് പലിശ അടയ്ക്കാം. സത്യം എല്ലാ മിക്കവരും ഫിനാൻസ് ഒക്കെ ആയിരിക്കും എടുക്കുന്നത്. ഇത്ര വലിയ പടങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെ ആയിരിക്കും എടുക്കുന്നത്. 5 മാസത്തെ പലിശ പോയി. അല്ല, ഇതിനു മുമ്പേ തന്നെ ഈ സിനിമ ഇറങ്ങിയില്ലെങ്കിലും ചാൻസസ് വളരെ കുറവാണ്. വോട്ട് കിട്ടാനുള്ള ചാൻസസും ആ ഒരു തമിഴ് രാഷ്ട്രീയമൊക്കെ നോക്കുകയാണെങ്കിൽ വിജയ്ക്കുള്ള ഇപ്പോഴത്തെ വിജയുടെ തൃശ്ശയായിട്ടുള്ള ഇഷ്യൂവും പിന്നെ ഡൈവേഴ്സും അതൊക്കെ അറിഞ്ഞ ശേഷം ഒരു പാടാ വിജയ്ക്ക് ആ ഒരു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പുള്ളി ഇങ്ങനെ തന്നെ ഒരു സിനിമയിൽ അഭിനയിക്കാതിരിക്കുക അതൊക്കെ അത് വേറെ കാര്യം. പക്ഷെ പുള്ളി ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്, ഒരു 3-4 ഇലക്ഷനും കൂടെ ഇതേപോലെ ഇങ്ങനെ ഒരു പാർട്ടി ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഗ്രോ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ അവർക്ക് കുറച്ചുകൂടെ ഒരു ഇത്തിരി പൊളിറ്റീഷ്യൻസിനെ അതിൽ നിന്ന് കണ്ടുപിടിച്ച് ഇതിലോട്ട് വരണം, എന്നാലേ കാര്യമുള്ളൂ. മാസ്റ്റർ മൈൻഡ്സിനെ കുറച്ചുകൂടെ കൊണ്ടുവന്ന് കാൻഡിഡേറ്റ്സ് ആക്കിയാലേ കാര്യമുള്ളൂ. കാര്യം ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് തന്നെ ആകെ അറിയാന്നുള്ളത് വിജയനെ മാത്രമേ അറിയാവൂ ഇതിലെ കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ. പിന്നെ ഒരു മറ്റേ ഭരണവിരുദ്ധ വികാരവും വരണം, കാരണം ഒരു സ്ട്രോങ് ഓപ്പോസിഷൻ ആയാൽ മാത്രം മതി, അത് മതി ലക്ഷ്യം. അതായാൽ തന്നെ വിജയിച്ച്. പിന്നെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയമൊക്കെ ഭയങ്കര ജാതി രാഷ്ട്രീയമാണ്, ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൽ ഇതാണ്. അപ്പോഴേ ആ ഒരു രാഷ്ട്രീയമൊക്കെ മാറി വരണം. എനിക്കറിയില്ല അത് പോസിബിൾ ആണെന്നുള്ള. തമിഴ്നാടിന്റെ കേസ് എടുക്കുമ്പോഴത്തേക്കും അവിടെ ഈ ജാതി രാഷ്ട്രീയം അത് എപ്പോഴും കാണും. ഇവിടത്തെ പോലെയല്ല, അവിടെ ഒരു ചില ഗ്രാമത്തിലൊക്കെ മറ്റേ ചെരുപ്പിടാൻ പാടില്ല, അങ്ങനെയൊക്കെ ഇപ്പോഴും നടക്കുന്ന ഒരു സംഭവം. ഒരു വീഡിയോ ഉണ്ടല്ലോ, അവര് പിള്ളേര് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും കണ്ടിട്ടില്ലേ, അവരെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ചെരുപ്പിടാതെ പോകുമ്പോഴത്തേക്കും പ്രശ്നമൊക്കെ ഉണ്ടാക്കും, ചെരുപ്പിട്ടോണ്ട് പോകും. അതെ, അങ്ങനെയുള്ള ഒരു സ്ഥലമാണത് ഈ അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ്. പിന്നെ ഇവിടത്തെ പോലെയല്ല, കുറേ ജാതികള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും അത് ഉടനെയൊന്നും അവിടെ പെട്ടെന്നൊന്നും ഒരു മാറ്റം പ്രതീക്ഷിക്കാൻ പറ്റൂല. അല്ല, തമിഴ്നാട്ടിലുള്ള സിനിമകളിൽ ചിലതിലൊക്കെ ഇങ്ങനെ ഈ ഒരു സാധനം ഇങ്ങനെ അവരിങ്ങനെ അവരെപ്പോഴും പറയുന്നത് തന്നെ നടക്കുന്നുള്ളതുകൊണ്ട്. അതെ, രാഷ്ട്രീയം അത് ഓപ്പറേഷൻ ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇത് ചെയ്യണത്. അല്ലാതെ തന്നെ ഈ ഒരു ഇപ്പം അതില് മറ്റേ നമ്മളെ മാമൻ സിനിമയില് അവിടെ സെലിബ്രേറ്റ് ചെയ്തത് ഫഹദ് ഫാസിലിന്റെ റോളാണ്. ഫഹദിന്റെ റോള് അവിടെ സ്റ്റോറിയും സ്റ്റാറ്റസും റീൽസും ഇട്ട ആൾക്കാരുണ്ട്. ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് ഭയങ്കര എന്തോ സെലിബ്രേഷൻ ആയിരുന്നു. ആ ഒരു ഇതില്ലേ, ഞാൻ ഇവിടെ നിന്റെ കൂടെ വന്ന് ഇരിക്കണത് എന്റെ പൊളിറ്റിക്സ് ആണ്, ഞാൻ വിചാരിച്ചിട്ടാണ് നിന്റെ കൂടെ കൊണ്ടിരിക്കുന്നത്, അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്. അതായത് ഞാൻ അപ്പറാണെന്നുള്ളൊരു സാധനം, അത് ഭയങ്കര സെലിബ്രേറ്റഡ് ആയിരുന്നു അവിടെ. അവര് പച്ചയ്ക്ക് സ്റ്റോറി ഇടുന്നത് അവിടെ ഉണ്ട്. ഞാൻ അനുവദിക്കുന്നതുകൊണ്ടാണ് നീ എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതൊക്കെ ഒരു സാധനം അവിടെ അവർക്ക് അതെന്തോ അവര് ഇങ്ങനെ ഒരു അഭിമാനം പോലെയാണ് ഇപ്പോഴും അവര് കൊണ്ടുവന്നത്. പിന്നെ മറ്റേ ഇതുണ്ട്,
കൊലപാതകം മറ്റേ ദുരഭിമാന കൊല, ഓണർ കില്ലിങ്, അത് ഇപ്പോഴും ഉണ്ട് അവിടെ. സിനിമ എന്ന് പറയുന്നത് എപ്പോഴത്തെ ടൈം ലൈനിൽ നടക്കുന്ന സമൂഹത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും കൂടുതലും സിനിമയിൽ വരുന്നത്. അങ്ങനെയാണ്. ചില പഴയ സാധനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സിനിമ ആണ്, അത് വൺസിന്റെ കയ്യിലായിരിക്കും. പക്ഷെ അല്ലാതെ അത് കോമൺ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിയിൽ അത് ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണെന്നുള്ള ഇതും കൂടിയാണ്. ഒരു പഴയൊരു പടം ഉണ്ടല്ലോടാ, മറ്റേ ഒരു പട്ടിയെ കാണിച്ച് പരിയാരം പെരുമാൾ, അതിൽ നോക്കിയാ അതിൽ ഈ സാധനം കാണിക്കും. ചായ പിടിക്കണ ലാസ്റ്റ് സീനൊക്കെ അതിന്റെ വില്ലനായിട്ട് അഭിനയിച്ച അത് ഭയങ്കര പേടിയാവുമല്ലോ. പുള്ളിയുടെ ഡ്യൂട്ടിയാണത്. ഒരാൾ കാണും, പുള്ളിയുടെ ഡ്യൂട്ടിയാണ് ഇവരെ കണ്ടുപിടിച്ച് കൊല്ലണം. പുള്ളിക്ക് അതൊരു ദൗത്യം പോലെ ഒരു ഇത്, അത് നിറവേറ്റിയില്ലെങ്കിൽ ഞാൻ എന്തോ ഒരു കർമ്മഫലം, എന്റെ കർമ്മഫലം അവിടെ അവസാനിച്ചു എന്ന രീതിയിലാണ് പോണത്. അങ്ങനെ അത് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് ആണ്, ചുമ്മാ ഫിക്ഷൻ അല്ല. അത് പേടിപ്പെടുത്തുന്ന ഒരു സാധനമല്ലേ. ഇവൻ പറഞ്ഞ പോലെ പുള്ളിയുടെ മൈൻഡിൽ പുള്ളി ചെയ്യണ ഒന്നും റോങ് അല്ല. പുള്ളി ചെയ്യണ അവരുടെ എന്തോ കർത്തവ്യമാണ്. ഞാൻ ജനിച്ചത് തന്നെ ഇതിനാണ്, എന്റെ ഇതിനെ കമ്മ്യൂണിറ്റിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ മറ്റേ ഇപ്പം റീലും ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ. അവർക്ക് അറിഞ്ഞൂടെ ഇതൊരു റോങ് സാധനമാണ്. അപ്പൊ അത്രയും ഇങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടേറുന്ന സ്ഥലമാണ് ഈ തമിഴ്നാട് പൊളിറ്റിക്സ്. ഈ ജാതി ഇങ്ങനെ കൊണ്ടുപോകുന്നതിന്റെ ഒരു ഫാക്ടറും ഈ പൊളിറ്റീഷ്യൻസും കൂടിയാണ്. കാര്യം അവരതിൽ നിന്ന് ഒരുപാട് മിൽക്ക് ചെയ്യാനുള്ളതുകൊണ്ടേ ഈ ഒരു സാധനം കറക്റ്റ് ബോധവൽക്കരണം അങ്ങനെയൊന്നും അല്ല. അവർ ഈ സാധനം വീണ്ടും പ്രൊമോട്ട് ചെയ്യും. കാര്യം അവർക്കൊരു ഷുവർ ആയിട്ടുള്ളൊരു വോട്ട് ബാങ്ക് ആണ് ഈ സാധനം. ഇപ്പം ഒരിടത്തൊരു MLA ഉണ്ട്, പുള്ളി ഈ കമ്മ്യൂണിറ്റി നിന്നാണ്, ആ കമ്മ്യൂണിറ്റിയുടെ മെജോറിറ്റി എന്നുണ്ടെങ്കിൽ പുള്ളി അത് മിൽക്ക് ചെയ്യാൻ മാത്രമേ നോക്കുകയുള്ളൂ. അങ്ങനെ ഒരു സാധനം കേട്ടിട്ടുണ്ട്. ഈ പൊളിറ്റിക്സും കൂടി ചേർന്നിട്ടാണ് ഈ സാധനം. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയാം, പക്ഷെ എല്ലാം അങ്ങനെയാണെന്നൊന്നും പറയാം. എല്ലാവരും അല്ല, പക്ഷെ അതും ഒരു ഫാക്ടറാണ്. പക്ഷെ ഈ പൊളിറ്റീഷ്യൻസിനെ പോലും MLA ആയാൽ പോലും ആ ഒരു സ്ഥാനം കൊടുക്കാത്തതും ഉണ്ട്, അങ്ങനെയുണ്ട്. അപ്പൊ അത് എനിക്ക് എത്ര ഇതാണെന്ന് തോന്നുന്നില്ല. മിൽക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ മറ്റേ സൈഡും ഉണ്ട്. മറ്റേ സാധനത്തിൽ കാണിക്കുന്നുണ്ട്, മറ്റേ മാമനിൽ കാണിക്കുന്നുണ്ട്. അവിടുന്ന് വന്നാലും അത് ഇതാണ് കൂട്ടത്തിൽ മൈനോറിറ്റി ഒരു സെറ്റപ്പും കാണിക്കുന്നുണ്ട്. പക്ഷെ അത് മിൽക്ക് ചെയ്യണതുകൊണ്ട് അത് അവര് തന്നെ MLA-മാരോട് വേർതിരിവ് കാണിക്കുന്നുണ്ടല്ലോ. ഇത് എനിക്ക് തോന്നുന്നു സജീവമായിട്ട് നിർത്താൻ പൊളിറ്റിക്സിനും ഒരു പങ്കുണ്ട്. നമ്മളപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് വിജയുടെ സംഭവമായിരുന്നു. അതിൽ നിന്ന് മാറി തമിഴ്നാട് പൊളിറ്റിക്സിലോട്ടും ജാതിയിലോട്ടും പോയി. അല്ല, തമിഴ്നാട് പൊളിറ്റിക്സ് റിലവന്റ് ആണല്ലോ. പുള്ളി ജയിക്കോ ഇല്ലേ എന്നുള്ള സാധനം നോക്കണമെങ്കിൽ അല്ലേ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്ത് പാടാ. ജയിക്കാനുള്ള ചാൻസസ് വെരി ലോ. പക്ഷെ സീറ്റ് പിടിക്കുമായിരിക്കും കുറച്ച് പിടിക്കുമായിരിക്കും. എന്നാലും സ്റ്റാലിന്റെ ആ ഒരു ഭരണത്തിന് അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതില്ല. ഓപ്പോസിറ്റ് പണ്ടത്തെ പോലത്തെ മറ്റേ ഇതൊന്നും ഇല്ല. അതെനിക്കാണ് ഓപ്പോസിഷൻ സ്ട്രോങ് അല്ലാത്തതും കൂടി ആയിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു സാധനം ഇല്ല അവിടെ. മൊത്തത്തില് സ്റ്റാലിനൊരു വേറൊരു ഇമേജ് ഇപ്പൊ ഇല്ല. ഈ ഒരു ഇതില് അങ്ങനെ ഒരു ഇമേജ് ഇല്ലെന്നാണ് ആ കണ്ട കൊണ്ട് മനസ്സിലായത് അല്ലേ. തമിഴ്നാട്ടില് പണ്ട് കരുണാനിധി, ജയലളിത അങ്ങനത്തെ 2 ഫിഗർ ഉണ്ടായിരുന്നു. ഇപ്പൊ സ്റ്റാലിൻ മാത്രമേ ഉള്ളൂ. ഇപ്പഴത്തെ ഒരു ഫിഗർ ഇല്ല. ആ ഫിഗറാണ് വിജയ് നോക്കണം ഉദ്ദേശിക്കുന്ന തല അങ്ങനെ വരാൻ വേണ്ടിട്ട്. വിജയ് വേഴ്സസ് സ്റ്റാലിൻ, അല്ലെങ്കിൽ വിജയ് വേഴ്സസ് കുറച്ച് കഴിയുമ്പോൾ ഉദയനിധി സ്റ്റാലിൻ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം കൂടെ. അപ്പൊ ഉദയനിധി സ്റ്റാലിൻ വരണ സമയം ആകുമ്പോഴത്തേക്കും വിജയ് ചിലപ്പോ പൊങ്ങി വരാൻ അതിനുള്ള ഇപ്പോഴേ വർക്ക് തുടങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് ഒരു ഇതില് കയറി വരാൻ തോന്നുന്നില്ല. ഇപ്പൊ കുറച്ച് നാളല്ലേ ആയുള്ളൂ ഈ ഒരു പാർട്ടി തുടങ്ങി ഇങ്ങനെ ഒരു സംഭവം. അല്ല, ഈ ഒരു ഇത് വരുമ്പോഴും സ്റ്റാലിന്റെ കൂടെ നിൽക്കാൻ ഈ ഒരു ഇലക്ഷന് കുറച്ച് പാടാണെന്ന് തോന്നുന്നത്. നല്ല പാടായിരിക്കും ഈ ഇലക്ഷന് നോക്കേ വേണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം പാടാ. പക്ഷെ യൂത്ത് കുറച്ച് സപ്പോർട്ടാണെന്ന് തോന്നുന്നു. ഫാൻസ് കട്ട ഫാൻസ് എന്തായാലും മാറ്റിയൊക്കെ കുത്തും. റോഡ് ഷോ ഒക്കെ കാണുമ്പോ നല്ല ഭയങ്കര ജനമല്ല. അത്രയും ഇതായിപ്പോയി, അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിപ്പോയി വിജയ്. അത് വോട്ടായിട്ട് കൺവേർട്ട് ആവും, പക്ഷെ അതിന് അത് പോരാ. പുള്ളിയുടെ മറ്റേ ഫസ്റ്റ് ഒരു ഇവന്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഫ്ലാഗ് കാണിക്കണ ഇവന്റ്. അങ്ങനെ കുറെ മിക്ക ഇവന്റുകളിലും ഭയങ്കര തിരക്കാണ്, ജനസാഗരമാണ് വരണം. നമ്മുടെ ഉണ്ണിക്കണ്ണനൊക്കെ പോയ ഇവന്റ്. പാവം ഉണ്ണിക്കണ്ണന്റെ ഫോട്ടോ. ഉണ്ണിക്കണ്ണൻ പാവം, അതെ, ജനനായകനിൽ പോയി ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതുപോലെ ഇടാൻ പറ്റില്ല. ലീക്ക് ചെയ്ത് പുള്ളിക്ക് ഇതേപോലെ ലീക്ക് ചെയ്തൂടെ? കൊടുത്തു കാണൂല. പുള്ളി പറഞ്ഞത് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം
ഇടാന്നാണ് പറഞ്ഞത്. ഇപ്പൊ പിടിച്ചെങ്ങനെ ചോദിച്ചാൽ ചിലപ്പോ ഒരു നിന്റെ ഇത് ചെറിയ ഈ ആനക്കാര്യത്തിന്റെ ഇടയിലാണ് ചേനക്കാര്യം എന്ന് പറഞ്ഞ അവര് വെച്ച് കളയും. അല്ലെങ്കിൽ പുള്ളിക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റൂ? ശരിയാ. ഇതിന്റെ ഇടയിൽ ഈ പ്രശ്നത്തിന് എന്തോ ആളാണെന്ന് തോന്നുന്നു ഇവിടെ, എന്തോ സാധനത്തിലൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. പിന്നെ പുള്ളി വിജയ് അണ്ണാന്ന് വിളിച്ചോണ്ട് നടന്നിട്ട് ടി വി കയറിയത് വേണ്ടേ? ഇല്ലെങ്കിൽ ആ ഒരു ഇത് പോവില്ലേ ക്യാരക്ടർ. അല്ല, ഈ പനീർ സെൽവത്തിനെ ആണെന്ന് തോന്നുന്നു അവർ റീസെന്റ് ചാടിച്ച് അവിടുന്ന്. സ്റ്റാലിന്റെ കൂടെ ആണെന്ന് തോന്നുന്നു. ഇപ്പം പുള്ളി പാർട്ടിയൊക്കെ മാറി. ഇടയ്ക്ക് ഞാൻ കണ്ട് പനീർ സെൽവം ആണെന്നാണ് ഞാൻ അതിപ്പോ നോക്കിയത്. പനീർ സെൽവം തന്നെ തോന്നുന്നു. ആരോ ഒരാൾ മാറിയിട്ടുണ്ട്. ഈ രണ്ടുപേരുള്ളതിൽ ഒരാള് മാറിയിട്ടുണ്ട്. പളനിസ്വാമിയെ മറ്റേ ഇതിന്റെ ഓപ്പോസിഷൻ ആയിട്ട് നിൽക്കുന്ന ഇലക്ഷൻ. ഇടയ്ക്ക് വെച്ച് ഓർമ്മ ഉണ്ടോ? ഇടയ്ക്ക് വെച്ച് റിസോർട്ടില് കൊറേ അങ്ങോട്ട് കൊണ്ടുപോയി എല്ലാരെയും താമസിപ്പിച്ച് മാറാതിരിക്കാൻ വേണ്ടി. ഇലക്ഷൻ റിസൾട്ട് വരണതിന് മുമ്പ് തന്നെ അവരെല്ലാം കൊണ്ടുപോയി ഒരിടത്ത് താമസിപ്പിച്ച് ഫോണൊക്കെ പിടിച്ചു വാങ്ങിച്ച് മാറ്റി വയ്ക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് ഓഫർ വന്നിട്ട് അവരെല്ലാം ചാടിപ്പോകും. അപ്പൊ അതുകൊണ്ട് അത് തമിഴ്നാട്ടിൽ മാത്രമല്ല കേട്ടോ, കുറെ ഇടത്തുണ്ട്. ഈ കുറെ സ്ഥലങ്ങളിൽ ത്രിപുരയിലൊക്കെ ആണെന്ന് തോന്നുന്നു ഇവര്. നോർത്ത് ഇന്ത്യയിൽ എന്തായാലും BJP ഇടയ്ക്ക് ഒരിടത്ത് നാഗാലാൻഡിലോ ത്രിപുരയുടെയൊക്കെ ഫുള്ളായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ആൾക്കാരെ. ആ സാധനമൊക്കെ അവോയ്ഡ് ചെയ്യാനാണ്. ചിലപ്പോ ഇവിടെ ഇപ്പം തൂക്ക് വരികയാണെങ്കിൽ അതിനു മുമ്പ് ഇവർക്കൊരു ഐഡിയ കിട്ടുകയാണെങ്കിൽ ഇവിടെയും കുറച്ചുപേരെയൊക്കെ ഇവിടെ ഉള്ളവരും ഫോണൊക്കെ ഇവിടെ അത്രയും റിസോർട്ടിനെ കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി തോന്നുന്നില്ല. കപ്പാസിറ്റി ഇല്ല, അങ്ങനെയുള്ള ആൾക്കാരും കുറവായിരിക്കും. പക്ഷെ തൂക്ക് വരികയാണെങ്കിൽ ചിലപ്പോ 1-2 പേരെയൊക്കെ ചാടിച്ചുള്ള ഇത് വരികയാണെങ്കിൽ ഇവര് നോക്കും, മാക്സിമം തടയിടും. സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചെടുക്കും. ഇപ്പം ഇവിടെ ഇങ്ങനെ ഐ മീൻ 68-72 ഇതിലൊക്കെ ഭരിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പെട്ടെന്ന് അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരം ഇങ്ങോട്ട് മാറ്റി ഇവിടെ നിന്ന് കുറച്ചു നേരം അങ്ങോട്ട് മാറ്റി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അറിയില്ല, ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ അറിയാം. പക്ഷേ തമിഴ്നാട്ടിൽ ഇത് കൂടുതലാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. ന്യൂസിലൊക്കെ കാണിക്കും അവരെയൊക്കെ മാറ്റി എന്നുള്ള സാധനം പണ്ട് ഇടയിൽ കാണിക്കുമായിരുന്നു. ഇതിൽ എനിക്ക് ഐഡിയോളജി പരമായിട്ട് കമൽഹാസന്റെ ഒരു സാധനവും പുള്ളിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിയുടെ ഐഡിയ ഒന്നും ഇവിടെ വർക്ക് ആവില്ല. സോഷ്യലിസ്റ്റ് സാധനമാണ്, ലെഫ്റ്റ് ഐഡിയോളജിയാണ്. സപ്പോർട്ട് ചെയ്യും. DMKയും ഇതാണല്ലോ, മറ്റേ സോഷ്യലിസ്റ്റ് ഐഡിയോളജിയുടെ സാധനമാണല്ലോ. അപ്പൊ അതിനെ തന്നെ പുള്ളി സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ. അല്ല, ഈ TVKയുടെ ഐഡിയോളജി എന്താണ്? വല്ല മറ്റേ ഇത് ഇപ്പം സത്യപ്രതിജ്ഞ ചെയ്തില്ലേ, എല്ലാ സാധനങ്ങളാണ് അതിന്റെ ഐഡിയ. അത് സത്യപ്രതിജ്ഞ അല്ലാതെ ഇവർക്കൊരു പുള്ളിക്കും ഒരു ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ലെഫ്റ്റ് തന്നെ പുള്ളിയുടെ ഒരു ഐഡിയോളജി ലെഫ്റ്റ് തന്നെ. മറ്റേ റൈറ്റ് വിങ് പൊളിറ്റിക്സിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം. BJP സപ്പോർട്ട് ചെയ്യൂല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, കോളേജ് പഠിച്ച ഒരു ഫ്രണ്ടിന് വിജയ് അണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുമായിരുന്നു. അത്ര ഫാൻസ് ആയിരുന്നു. ഞാൻ അങ്ങനെ നമ്മള് അങ്ങനെ വിജയ് ഫാൻസ് അങ്ങനെ നേരിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ കോളേജിൽ അങ്ങനെ ഒരു എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഫാൻസിനെ കണ്ടിട്ടില്ല. പക്ഷെ പുള്ളിയുടെ ആ ഒരു രാഷ്ട്രീയത്തിന് ശേഷം പുള്ളിക്ക് അത്ര ഒരു താല്പര്യം ഇല്ല. ആക്ടിങ് ആണെന്നുള്ള ഒരു പണ്ട് കാണിച്ചതൊക്കെ ഒരു ആക്ടിങ് ആണല്ലോ എന്നുള്ള ഒരു ചിന്ത ഒന്നും. രാഷ്ട്രീയത്തിൽ പുള്ളി സംസാരിക്കുന്നതും പുള്ളിയുടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ആൾക്കാരെ പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അതൊക്കെ കണ്ടിട്ട് പുള്ളിക്ക് അല്ല, അത് ഈ നമ്മുടെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹോൾ ഇമേജ് തന്നെ അങ്ങ് മാറ്റിക്കളയും. പിന്നെ നമ്മള് പബ്ലിക്കായിട്ട് ഒരു മീമും കൂടെ വരും. എന്നുവെച്ചാൽ അപ്പുറത്തുള്ളവരും കളിയാക്കാനുള്ള സംഭവങ്ങള് ഇത് ചെയ്യുമല്ലോ, തുടങ്ങുമല്ലോ. അതിനു മുന്നേ ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും ഇങ്ങനെ പറയണ പണ്ടൊക്കെ ഒരു ഈ പുള്ളി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണതിന് മുന്നേക്ക് ആണെങ്കിൽ ഭയങ്കര തെറിവിളി ഇതൊക്കെ ഇരിക്കുന്നു. നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്. ഈ ഇപ്പം വിജയിനെ പറ്റി എന്തെങ്കിലും കുറ്റം പറയുക എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു അങ്ങനത്തെ ഒരു റിസപ്ഷൻ ആയിരിക്കും ചിലപ്പോൾ അവിടെ വ്യൂവേഴ്സിന്റെ ഇടയിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആൾക്കാര് കുറെ ആൾക്കാര് മാറി. കുറെ ആൾക്കാര് പബ്ലിക്കിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ആ ഒരു എക്സ്ക്ലൂസിവിറ്റി അങ്ങ് മാറും. അതിന്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. ഈ അടുത്തിടയ്ക്ക് ഒരുപാട് ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായില്ല, ബോംബാണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി ഓഡിയോ സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ. പൂവ് ഉണ്ടണക്കെങ്ങാണ്ട് ആക്കി എറിഞ്ഞപ്പോഴത്തേക്കും
ബോംബാണെന്ന് വിചാരിച്ച് പുള്ളി അങ്ങ് ഇറങ്ങി ഓടി. പേടിച്ചിട്ടാണ് ഓടിയത്. അത് പക്ഷെ എന്നാലും പക്ഷെ എന്നാലും പഴയ ആ ഒരു അല്ല അതിന്റെ കൂടെ ഒരെണ്ണമുണ്ട്, നമ്മൾ പേടിക്കാതെ മുന്നേറണം ഡയലോഗ് ഇട്ട് അതിന്റെ കൂടെ ഇത് ഇറങ്ങുമ്പോഴത്തേക്ക് ഇറങ്ങി ഓടുന്ന സാധനം ഇട്ട് ഒരു മീം ഇറക്കും. അതാണ്. അല്ല പുള്ളിയുടെ ഒരു ഇത് സ്റ്റാർഡം വെച്ചിട്ട് പുള്ളി ഇങ്ങനെ സൈക്കിളിൽ പോണതില്ലേ, അത് റിസ്കാ. ആൾക്കാർ കൂടി കഴിഞ്ഞാൽ അത് മതി. അപ്പോഴും ചെറിയ അല്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണ്ടേ? വേണം. സാധനങ്ങളിലൊക്കെ ആണല്ലോ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ ചെയ്യേണ്ടത്. മറ്റേ രാഹുൽ ഗാന്ധിയൊക്കെ നടന്നില്ലായിരുന്നു സംഭവമൊക്കെ ചെയ്തില്ല. അതിന് ഒത്തിരി മാറ്റമൊക്കെ ഉണ്ടായി, മാറ്റം ഉണ്ടായി. പക്ഷെ പുള്ളി സിനിമ നടനും കൂടെ ആയതുകൊണ്ടേ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്രോച്ചബിൾ അല്ല. ഇപ്പൊ രാഹുൽ ഗാന്ധി ആണെങ്കിലും അത് കുറെ പേർക്ക് കുറച്ച് സാധാരണയായിട്ട് പുള്ളി ഇടപെടാറൊക്കെ ഉണ്ട്. പക്ഷെ ഈ വിജയ്ക്കൊക്കെ അത് ഭയങ്കര പാടാണ്. അത് അപ്രോച്ചബിൾ ആയിട്ട് ഇനി ഒരു ഇത്രയും ആൾക്കാരെ ഇടയ്ക്ക് നിന്ന് പോണ്ടേ, ഇനി എന്താ അപ്രോച്ചബിൾ അല്ല, ഒട്ടും അപ്രോച്ചബിൾ അല്ല. ഇത്രയും സ്റ്റാർ മറ്റേ ആ യാത്ര എന്ന് പറഞ്ഞ സിനിമയില്ലേ, അതും ഏതാണ്ട് ഇതേ കോൺസെപ്റ്റാണ്. ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുക, നമ്മള് ഫുള്ള് ഈ ആൾക്കാർ ട്രാവൽ ചെയ്ത് എല്ലാവരുടെയും ഇത് കണക്ഷൻ പറ്റുക എന്നുള്ളതാണ്. പക്ഷെ പുള്ളിക്ക് അത് പാടാ ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലാൻ. ഇപ്പൊ ആദ്യമായിട്ട് പുറത്തിറങ്ങിയപ്പോ ആൾക്കാർക്കുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടുള്ള ഇതായിരിക്കും. ഗ്രാജുവലി ഒരു ഇതങ്ങ് മാറൂലേ. അല്ല ഈ സൈക്കിള് ചവിട്ടൊക്കെ പണ്ട് മറ്റേ ഇലക്ഷന്റെ അന്നും പുള്ളി പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു മറ്റേ സ്റ്റേറ്റ്മെന്റ് പോലെ ഒക്കെ അന്ന് കാണിച്ചിട്ടുണ്ട്. അതേപോലത്തെ ഒരു ഇതിലായിരിക്കും ഇപ്പോഴും സൈക്കിൾ ഓട്ടിയത്. റെഫറൻസ് ആയിരിക്കും. അന്ന് ആ സൈക്കിൾ ഓട്ടിയൊക്കെ വൻ കത്തലായിരുന്നു. വിശാല് സൈക്കിൾ ഓട്ടിയും കത്തലായിരുന്നു. പുള്ളി പറയുകയും ചെയ്തു പൈസ ഒരുപാടാവും, പെട്രോളിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ അതില് വൈറലായിരുന്നു. അല്ല അന്ന് ഇതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ പെട്രോളിന്റെ എന്താ സംഭവം ഒക്കെ തന്നെയായിരുന്നു. പിന്നെ പലയിടയ്ക്കും പുള്ളിയുടെ സിനിമകളിലുണ്ടല്ലോ, സിനിമയില് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് സാധനങ്ങൾ കോൺട്രോവേഴ്സി ആയിട്ട് മെർസലില് GST അങ്ങനെ മെർസലിലോ തെറിയിലോ GST, പിന്നെ ഇത് കർഷകരുടെ സാധനം കത്തിയിലുണ്ട് കർഷകരുടെ സാധനം, പിന്നെ 2G സ്പെക്ട്രത്തിനെ കുറിച്ച് പറയുന്നു അതുണ്ട്, പിന്നെ ഒരുപാട് സാധനങ്ങൾ സർക്കാർ സിനിമ മറ്റേ വോട്ടിന് വേണ്ടി വന്നിട്ട് പുതിയൊരു പാർട്ടി ഉണ്ടാക്കുന്ന സാധനം. അപ്പോഴിത് ആദ്യമേ ഒരു സാധനം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമകളിൽ ഇങ്ങനെ പുഷ് ചെയ്ത് വരൂല. അപ്പോഴങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് രാഷ്ട്രീയത്തിലേക്കാണ് പോക്കെന്ന് പുള്ളിക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അല്ലാതെ ഇത്രയും സിനിമകൾ ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ ഒരു പ്ലാൻ. പക്ഷെ അതൊരു ഒരു നല്ല പ്ലാൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഈ സിനിമ വെച്ചിട്ടുള്ള ഈ രാഷ്ട്രീയം പറിച്ചില്ലേ, അതൊക്കെ നോക്കണെങ്കിൽ കറക്റ്റ് മറ്റേ നരേന്ദ്രമോദിയുടെ ഒരു 2014 മുന്നേ പുള്ളി ഉണ്ടാക്കിയ ഒരു ഇമേജ് ഉണ്ടല്ലോ, അതേപോലത്തെ രീതിയിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ പെട്ടെന്ന് വർക്കാക്കാൻ പറ്റും. ഇത് കുറെ നാളുകൊണ്ടുള്ള സിനിമകൾ ഇപ്പൊ പറഞ്ഞില്ലേ, അപ്പൊ ആ വർഷം കൊണ്ട് പുള്ളിക്ക് ഒരു പൊളിറ്റിക്കൽ ഫിഗർ ആയിട്ട് അങ്ങ് ഇമേജ് കൊണ്ടുവന്നൂടായിരുന്നു. എന്നാലും നരേന്ദ്രമോദിക്ക് അങ്ങനെ ഒരു മോഡൽ കാണിക്കാനൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഗുജറാത്ത് എന്നൊക്കെ അന്ന് പണ്ട് ഗുജറാത്ത് മോഡൽ എന്നൊരു ഇതുണ്ടായിരുന്നല്ലോ, ഇത്രയും വർഷം ഭരിച്ചെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, ഒരു നെറേറ്റീവ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും പുള്ളി ഒരു അമാനുഷിക അടുത്ത പ്രൈം മിനിസ്റ്റർ അതിന് മുന്നേ ഉണ്ടായിരുന്നത് മൻമോഹൻ സിംഗ് ആയിരുന്നു. അപ്പൊ മൻമോഹൻ സിംഗിന് മറ്റേ ഒരു കോമ്പിറ്റന്റ് ലീഡർ അല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം അല്ല എന്നുള്ളത് മാറ്റിയിട്ട് നരേന്ദ്രമോദി സംതിങ് ഹ്യൂജ്, ആ ഒരു ലാർജർ ദാൻ ലൈഫ് ഒരു ഇമേജ് കൊണ്ടുവന്നല്ലോ 2000 ഇലക്ഷന് മുന്നേ. അപ്പൊ അതേപോലെയൊക്കെ. പക്ഷെ അത് കമ്പയർ ചെയ്യാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം BJP എന്ന് പറയുമ്പോഴത്തേക്ക് അവന്മാർക്ക് കുറെ പൈസയും ഫണ്ടും ഉണ്ട്, പാർട്ടി എന്നുള്ള രീതിയിൽ തന്നെ പ്രവർത്തിക്കാനും ആളും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. പക്ഷെ വിജയ്ക്ക് അങ്ങനെ ഒരു സാധനമല്ല, ഫ്രം ദ സ്ക്രാച്ച് ബിൽഡ് ചെയ്യണം. ശരിയാ. അപ്പൊ അങ്ങനെ ഒരു സാധനം ഒരാളെ കൊണ്ടുവന്നിട്ട് വിജയ്ക്ക് ഇപ്പം നീ പറയും പോലെ ഇപ്പം ADMK-യിലോട്ട് പോവുകയാണ്. ഇപ്പം മറ്റേ അവരെ റീപ്ലേസ് ചെയ്ത് വേണമെങ്കിൽ ഈ പറഞ്ഞൊരു സാധനം വിജയ് വന്നാൽ ചിലപ്പോൾ പുട്ട് പോലെ അടിച്ചുകൊണ്ട് പോകും. കാര്യം പ്രവർത്തിക്കാൻ ബാക്കി താഴോട്ട് ഉള്ള സാധനങ്ങൾ ഇപ്പൊ വീക്കാണെങ്കിലും സംഭവം അവിടെ എക്സിസ്റ്റിംഗ് ആണ്, അവർക്ക് അറിയാം ഈ ലെയറിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നുള്ളത്. പക്ഷെ പുള്ളി ഇപ്പൊ കൊണ്ടുവരുന്ന സാധനമല്ല. നരേന്ദ്രമോദിയുടെ ചായയുടെ ഒരു സാധനം ഉണ്ടായിരുന്നു, നമോ എന്നും പറഞ്ഞു, ചായക്കടക്കാരനെന്ന് പറഞ്ഞപ്പോഴേ പുള്ളി മൊത്തത്തിലൊരു ചായക്കടയുടെ ഒരു മാർക്കറ്റിംഗ് സെറ്റപ്പിൽ ചെയ്തതാണ്. അപ്പൊ അതേപോലത്തെ കുറെ സാധനങ്ങളൊക്കെ അവർക്കും ചെയ്യായിരുന്നു. ഇല്ലെങ്കിൽ മറ്റേ ഇപ്പൊ AIDMK-യിലെ കുറെ നല്ല ഇത്തിരി ബ്രെയിൻ ഉള്ളവരേക്ക് ചാടിക്കായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. രാഷ്ട്രീയത്തിൽ ആ സാധനം വേണോടാ. ഇപ്പം വിജയ് അവിടെ ഇരുന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഓടൂലല്ലോ, ഒരാൾക്ക് എല്ലായിടത്തും ഓടി എത്താൻ പറ്റില്ലല്ലോ. ഇത് കുറച്ച് സ്ട്രക്ചേർഡും ഇതിന് നോക്കാൻ കുറച്ച് ആള് വേണം ഇതിനകത്ത്.
അങ്ങനെ ഒരു സാധനം ഉണ്ട്. അതില്ലെന്നുണ്ടെങ്കിൽ ഒരാൾ വെച്ചിട്ട് വൺ മാൻ ഷോയിൽ ഓടണത് എനിക്ക് അത് പാടുള്ളതായിട്ടുള്ള സാധനമാണ്. ഇതിന് സപ്പോർട്ട് ചെയ്യാൻ അണികളും ഇതൊക്കെ വേണം. MGR തന്നെ അങ്ങനെ ഒരു പോപ്പുലർ ഫിഗർ ആയത് തന്നെ ഈ കരുണാനിധിയുടെ ആ ഒരു സംഭവം കൂടെ ഉണ്ട്. അവര് ആദ്യം ഒരുമിച്ചായിരുന്നു, അങ്ങനെ ആ ഒരു പൊളിറ്റിക്കൽ ഇമേജ് അങ്ങനെയൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെയാണ് ഇതിലോട്ട്. അല്ല നേരെ അങ്ങേര് സിനിമ നടനായിട്ട് പിന്നെ പെട്ടെന്ന് പോയി അടുത്ത ദിവസം പോയി ഇതാവുന്നതല്ല. അപ്പൊ അതേപോലത്തെ സാധനങ്ങൾ പുള്ളിയും കൂടെ ചെയ്യണമായിരുന്നു എന്ന് തോന്നി. ഒരു ലക്ഷമെങ്കിലും വേറെ ആരുടെയെങ്കിലും കൂടെ നിൽക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു അലയൻസ് എങ്കിലും ഉണ്ടാക്കാമായിരുന്നു. എന്നാൽ കുറച്ചുകൂടെ നന്നായേനെ. എങ്കിൽ പുള്ളിക്ക് എളുപ്പമായിരുന്നു, കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. ഇത് ഇവിടെ ഉള്ള അണികളില് പ്രശ്നക്കാരനാണെങ്കിലേ മൊത്തത്തിൽ പോയില്ലേ. കണ്ടിട്ട് കണ്ട ഗോളിന് അവർക്ക് ഒരു മറ്റേ പുതിയൊരു പാർട്ടി തുടങ്ങി. മുഖത്തിന്റെ ഒരു ലാംഗ്വേജ് കണ്ടിട്ട് അവിടെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ലാംഗ്വേജ് ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് പുതിയൊരു പാർട്ടി തുടങ്ങി. ഇതിൽ നല്ല സ്ഥാനം കിട്ടുമായിരിക്കും, ഇത് ജയിച്ചു കഴിഞ്ഞാൽ ഇതില് മന്ത്രി ആവുമായിരിക്കും എന്നുള്ള സാധനത്തിലാണ് പ്രതിജ്ഞ ചെയ്യണത്. അല്ല ഇതില് പുള്ളി എങ്ങനെയായിരിക്കും ആളിനെ കണ്ടെത്തിയത്? ഇവരുടെ ഫാൻസ് അസോസിയേഷനിൽ നിന്നായിരിക്കും? അല്ല ക്യൂരിയസ് ആയിട്ട് ചോദിച്ചതാണോ? ആണോ അതോ ഈ ഇപ്പം നല്ല കഴിവുള്ള കുറച്ച് ആൾക്കാരെ കാണുമല്ലോ സൊസൈറ്റിയിൽ, മേ ബി വെറ്ററൻസ് ആയിട്ടുള്ള ഓഫീസേഴ്സോ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചാണോ പാർട്ടിയിൽ ചേർത്തത്? അങ്ങനെ എന്തെങ്കിലും അങ്ങനെയാണോ എന്തോ, അങ്ങനെ ഒരു ഡീറ്റെയിൽസ് ഞാൻ കേട്ടിട്ടില്ല. നമ്മള് ചെന്നൈ പോയപ്പോ മറ്റേ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ ഇതില്, TVKയുടെ പേരില് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്, വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ടാക്സി ഡ്രൈവർ പറഞ്ഞു, ഇത് ഊബറിലെ ഡ്രൈവർ പറഞ്ഞു വിജയ്ക്ക് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ നോ ചാൻസ്, നോ ചാൻസ്, പൈസ ഇല്ലെന്ന്. അവര് പൈസ എറിയും, മറ്റൊരു നല്ല പൈസ. എന്റെ അടുത്തും രണ്ടുപേര് പറഞ്ഞു, തമിഴ്നാട്ടിൽ രണ്ടുപേരും ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നാണ് പറയണത്. എനിക്ക് അറിഞ്ഞൂടാ, ഇനി ഇലക്ഷൻ വരുമ്പോഴത്തേക്കും മാറുമെന്നും അറിഞ്ഞൂടാ. പക്ഷെ പറയണ വെച്ചിട്ട് വലിയ ചാൻസ് ഒന്നുമില്ല. നമ്മളെ പോലെ അല്ല 244 എത്രയോ 238 എത്രയോ കൊണ്ടുണ്ട്. ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യണം, ഈ ഓരോ സ്ഥലത്തെയും ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യണം, എവിടേക്കാണ് വിജയ സാധ്യത എന്ന് നോക്കണം, അതിന് സ്ട്രാറ്റജി ഉണ്ടാക്കണം അല്ലേ? അങ്ങനെ എന്തെല്ലാം സാധനം. എനിക്ക് തോന്നുന്നു നേരത്തെ ഇലക്ഷൻ നിൽക്കാത്തോണ്ട് എല്ലായിടത്തും വിജയ സാധ്യതയാണ്. അടുത്ത പ്രാവശ്യം ആകുമ്പോ അറിയാം കറക്റ്റ് വിജയ സാധ്യത എവിടേക്കാണ്. പിന്നെ ഇതിനകത്ത് തൊഴുത്തിൽ കുത്ത് വരൂല. പക്ഷെ പുള്ളിക്ക് എന്ന് വെച്ചാൽ ആദ്യമായിട്ട് പറഞ്ഞോണ്ടേ, മറ്റേത് നേതാക്കന്മാർ ഒരിടത്തിന് 2-3 നേതാക്കന്മാർ കാണുമല്ലോ, അപ്പോഴായിരിക്കും മറ്റേ കുറച്ച് സാധനങ്ങൾ വോട്ട് മറിക്കുക അങ്ങനെയൊക്കെ. അതൊന്നും എന്തായാലും വരൂല അത്രയും അല്ലേ. ഇതൊരു ഫേസ് വിജയാണ്, ആ പാർട്ടിയുടെ ഫേസ് വിജയാണ്, അല്ലാതെ അതില് ആരും ഇല്ല. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, ഞാൻ ഒരു പാർട്ടി ഉണ്ടാക്കുന്നു, എന്റെ തല ഞാനാണ് CM, ബാക്കിയുള്ളവർ എന്തെങ്കിലും എന്റെ അണികൾ. ഈ പാർട്ടിയിൽ ഇപ്പം അവർക്കൊരു സ്ഥാനം കിട്ടിയാൽ അവർക്കൊരു നല്ലതായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള പോലും അറിയില്ല. കാരണം മൊത്തത്തിൽ പവർ എന്ന് വെച്ചാൽ എന്തായാലും കാണൂലേ, വിജയുടെ ഇൻഫ്ലുവൻസിലാണ് ഈ പാർട്ടി അധികാരത്തിൽ വരണമെങ്കിൽ. പ്യൂർലി വിജയ് ചെയ്തല്ലേ, അവരെ പ്രവൃത്തി ചെയ്തോണ്ടല്ലോ വിജയ് ചെയ്തോണ്ട്, പക്ഷെ ആ ഒരു പവർ എന്തായാലും കാണുമല്ലോ. പക്ഷെ അങ്ങനെ ഒരാൾ പക്ഷെ വിജയ്ക്ക് തന്നെ എല്ലാം ചെയ്യാൻ പറ്റൂല. എങ്ങനെ പറ്റും? എല്ലാം ഭരിക്കാൻ പറ്റുമോ? പറ്റൂല. ട്രസ്റ്റ് ചെയ്യണ്ടേ? മന്ത്രിമാരെ ട്രസ്റ്റ് ചെയ്യണ്ടേ? സിസ്റ്റത്തിനെ ട്രസ്റ്റ് ചെയ്യണ്ടേ? മന്ത്രിമാർ എത്ര പ്രൂവൺ ആണെന്നുള്ളതൊന്നും. പക്ഷെ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് വെച്ചിട്ട് അത് തലവേന കാണൂല. അങ്ങനെ ഇപ്പൊ ഇപ്പോഴെ പ്രാവശ്യം കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കണം. നമ്മളെ പോലെ ഇങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഹയർ ചെയ്യാം അല്ലേ? ഹയർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും മെയ് 4-നാണ് അവിടുത്തെ റിസൾട്ട്. അപ്പൊ എന്തായാലും അറിയാം. നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതും നമ്മൾ ഇതും കൺസിഡർ ചെയ്യുന്നത്. തമിഴ്നാട് രാഷ്ട്രീയവും ബാക്കിയുള്ള ന്യൂസ് ചാനലൊക്കെ മൊത്തത്തില് കേരള രാഷ്ട്രീയമായിരിക്കും, നമ്മൾ തമിഴ്നാട് രാഷ്ട്രീയം കൂടെ ടച്ച് ചെയ്യും. ഒന്ന് തലോടിപ്പോ കേട്ടിട്ട് ബാക്കി ചാനലുകൾ ഇപ്പൊ അതും കൂടെ ആഡ് ചെയ്യുമായിരിക്കും. അവര് ഇത് ആഡ് ചെയ്യോടാ. വിജയുടെ സാധനം ഇവിടെ ക്യൂരിയോസിറ്റി ആണ് ഒരു സാധനമാണ്, അത് എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെ ആഡ് ചെയ്യും. തമിഴ്നാട്ടിലെ സാധനം ആഡ് ചെയ്യും അവര്, എല്ലാ സ്ഥലത്തെ ആഡ് ചെയ്യും, എല്ലായിടത്തും ആഡ് ചെയ്യും. ടോട്ടലി എങ്ങനെയാണ് പെർഫോമൻസ് എന്നുള്ള സാധനം നോക്കണമല്ലോ, അത് നോക്കും. ഇത് 3-4 സംസ്ഥാനത്ത് ഇത് വരുമ്പോഴത്തേക്കും അത് സെൻട്രലിലെയും ഇതും കൂടി ഇന്ത്യയിലെ മൊത്തത്തിലുള്ള വികാരവും കൂടിയല്ലേ. പിന്നെ കുറെ മെയിൻ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ രാഷ്ട്രീയ ഭാവിയും കൂടി തീരുമാനിക്കുന്ന ഒരു ഇലക്ഷൻ ആയതുകൊണ്ട് ഒരു എല്ലാം പറയും റെലവൻസ് സാധനമായിരിക്കും. അത് നോക്കും. നമ്മള് ആൾക്കാരെ തമിഴ്നാട്ടിൽ നിർത്തും അത് റിപ്പോർട്ട് ചെയ്യാൻ. അവിടുത്തെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നമ്മളുടെ ആൾക്കാർ എത്ര സീറ്റ് കിട്ടുമായിരിക്കും അല്ലേ വിജയ്? ജയിക്കോ? ജയിക്കും.
വിജയ് ജയിക്കുമായിരിക്കും. വിജയ് രണ്ടിടത്താണ് വിജയ് ജയിക്കും. രണ്ടിടത്ത് നിൽക്കണം, ഒരിടത്ത് നിന്ന് ക്യാൻസൽ ആക്കിന്നൊക്കെ പറഞ്ഞു. ഇല്ല, രണ്ടിടത്ത് രണ്ടിടത്ത് നിൽക്കണം. മിക്കവരും രണ്ടിടത്ത് ജയിക്കും. വിജയ് എന്തായാലും ജയിക്കും. വിജയ് ജയിക്കൂല. ബാക്കി അണികളുടെ കാര്യമാണ് അറിയാൻ വയ്യ. വിജയ് തോറ്റിട്ട് ബാക്കിയുള്ളവര് കുറച്ചുപേര് ജയിച്ചാലേ അല്ലേ? അയ്യോ, എന്നാ ഫുള്ള് ക്യാൻസൽ ചെയ്യാം. വിജയ് ജയിച്ചില്ലെങ്കിൽ പിന്നെ ആ ഭാഗത്തോട്ട് നോക്കണ്ട. വിജയ് ജയിച്ചിട്ട് അങ്ങനെ ആദ്യമായിട്ട് ഇവിടെ അസംബ്ലിയിലൊക്കെ പോകുമ്പോ പൊളിയായിരിക്കും അല്ലേ? സിനിമ ഡയലോഗുകളൊക്കെ ആയിരിക്കും പോയി കഴിഞ്ഞോ. ഇല്ലേ, അവിടെ ഒറ്റയ്ക്കാണെങ്കിൽ പാടായിരിക്കും, ചുമ്മാ ഇരിക്കേണ്ടി വരും. രാജഗോപാൽ ഇരുന്ന പോലെ ഇങ്ങനെ ഒരു സൈഡിൽ ഇരിക്കും. രാജഗോപാലിന് പ്രായമായില്ലേ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. ഇങ്ങനെ ചിലപ്പോ യങ് ആയതുകൊണ്ട് ചിലപ്പം ഇടയ്ക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് എക്സ്ക്യൂസ് മീ എന്നൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ പറയൂലേ. രണ്ട് ഡയലോഗെങ്കിലും സിനിമ ഡയലോഗെങ്കിലും പറയുമെങ്കിൽ. പുള്ളിയുടെ ഈ പ്രസംഗമൊക്കെ നല്ല രീതിയിൽ നല്ല പുള്ളി പറയുന്നത്. ആൾക്കാർക്ക് ഒരു ഇമോഷൻ കൊണ്ടുവരുന്ന പ്രസംഗം കൊള്ളാം. പുള്ളി അതിനു മുമ്പ് തന്നെ ഒരുപാട് ഇത് ഇപ്പോഴും നോക്കുമ്പോഴാണ് മറ്റേ സഹായിക്കാൻ വേണ്ടി പൈസയൊക്കെ കൊണ്ട് കൊടുക്കുന്നതൊക്കെ. അങ്ങനെയൊക്കെ പുള്ളി അങ്ങനെ രാഷ്ട്രീയമായിട്ട് കുറച്ച് നടനായിട്ട് നിന്നിട്ടുണ്ടെങ്കിലും ബാക്കി നടന്മാരെ കാട്ടി കുറച്ചും കൂടെ പണ്ട് ആക്റ്റീവ് ആയിരുന്നു. കുറച്ച് കാര്യങ്ങൾ സഹായിക്കാനും അവരെ പോയി കാണാനും അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ട് പുള്ളി. അപ്പോൾ പുള്ളിയായിട്ടുള്ള തമിഴ്നാട്ടിലുള്ള ആൾക്കാർക്ക് നല്ല കണക്ഷനാണ്. പിന്നെ ഈ അടുത്തുണ്ടായ കുറച്ച് സംഭവ വികാസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയം, തമിഴ് രാഷ്ട്രീയം പണ്ടത്തെ പോലെ ഈ ഇപ്പൊ സിനിമക്കാര് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി അപ്പൊ തന്നെ ജയിപ്പിക്കണ ആ ഒരു ടൈം സോണും അല്ല. അതും മാറിക്കാണും. ഇപ്പൊ പുതിയ വോട്ടേഴ്സും പുതിയ യങ്ങായിട്ടുള്ള ഓഡിയൻസ് യങ്ങായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ചിലപ്പോ ചിന്തിക്കണവര് കാണും. പിന്നെ മൊബൈലൊക്കെ ഇൻഫർമേഷൻസ് എപ്പോഴും കിട്ടയില്ലേ, എന്തൊക്കെയാണ് ഇപ്പൊ നടക്കണത്, എന്തൊക്കെയാണ് പുതിയ മീം, എന്തൊക്കെയാണ് പുതിയ സംഭവങ്ങൾ എന്നൊക്കെ അറിയില്ലേ. അപ്പം കുറച്ചൊരു ടഫാ, പണ്ടത്തെ പോലെയല്ല. പിന്നെ ജനനായകൻ ഇനി തിയേറ്റർ റിലീസ് ഉണ്ടാവോ? ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞിട്ട് ഉടനെ കാണും. മറ്റവർക്ക് അവിടെ പിടിച്ചിർത്തേണ്ട ആവശ്യമില്ലല്ലോ, എന്തായാലും ഇടും. പിന്നെ സിനിമയിലോട്ട് വരുമോ വരില്ലേ എന്നുള്ളതാണ്. എനിക്ക് എന്റെ ഒരു ഇൻഡ്യൂഷൻ എന്ന് വെച്ചാൽ സിനിമയിലോട്ട് തിരിച്ചു വരും. കാരണം ഒരു സിനിമയിലോട്ട് വന്നില്ലെങ്കിൽ ഒരു വലിയൊരു ഇത് പോവും, വരുമാന സ്രോതസ് പോവും. ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഫുൾ ടൈം അതിൽ വർക്ക് ചെയ്യാനും പറ്റുന്നില്ല. പിന്നെ സിനിമയും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മടുപ്പായിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റാത്ത, പോപ്പുലാരിറ്റിയും പോകും. ചില സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണോണ്ട് കുറെ പരിപാടികൾ ഇതിനിടയ്ക്ക് നടന്നു. അതായത് വിജയുടെ ഗ്യാപ്പ് നികത്താൻ വേണ്ടി കുറെ നടന്മാര് വന്നു. ജയലളിതയുടെ ഗ്യാപ്പ് നികത്താൻ വിജയ് പോയി. അപ്പൊ വിജയുടെ ഗ്യാപ്പ് നികത്താൻ കുറെ പുതിയ നടന്മാര് ഇങ്ങനെ അടുത്ത തലപതി എന്നുള്ള രീതിയിൽ ഇങ്ങനെ പുതിയതായിട്ട് വന്നോണ്ടിരിക്കും. അപ്പൊ ഇനി തിരിച്ചു വന്ന പ്രശ്നമാവില്ലേ, ബുദ്ധിമുട്ടായി. അതില് എനിക്ക് വിജയിയുടെ ഇത് രജനീകാന്ത് സിനിമ കുറച്ചായിരുന്നു വന്നുകൊണ്ടിരുന്ന. ഇപ്പൊ രജനീകാന്ത് അടുത്തടുത്ത് ഭയങ്കരമായിട്ട് സിനിമകൾ ആക്റ്റീവ് ആവുന്നു. ഇത്രയും ഈ പ്രായത്തിനിടയ്ക്ക് ആക്റ്റീവ് ആവണം. പഴയ ഒരു എന്ന് വെച്ചാൽ ആ ഒരു മൊത്തത്തിൽ വേറെ ഒരാള് പോയി, ഇനി ഒരാള് സിനിമ എന്തായാലും ആൾക്കാർ കാണുമല്ലോ. ആൾക്കാർ ഭയങ്കര ആക്റ്റീവായി. പിന്നെ രജനീകാന്തും കമലഹാസനും കൂടെ ഒത്തുവരുന്നു. ശരിയാണ്. രജനീകാന്തും കമലഹാസനും ഒത്തുവരുന്നത് ഭയങ്കര സംഭവമാണത്. ഇതിപ്പം നമ്മള് മമ്മൂട്ടി മോഹൻലാലിനും വന്നിട്ട് ഹൈപ്പ് ഇല്ലെന്നൊക്കെ പറയൂലേ, അതൊക്കെ ഇവിടെ നോർമലാണ്. ഇവിടെ ഒരു സിനിമ കൊള്ളൂലെങ്കിൽ ആൾക്കാർ കാണുന്നില്ല, പൊട്ടിപ്പോവും. ഇതില് ഒരു സ്റ്റാർ ആൾക്കാര് മൾട്ടി സ്റ്റാർ എന്നുള്ള സാധനം തമിഴ്നാട്ടില് വർക്കും ആവൂല. ആ ഈഗോ ഉണ്ടല്ലോ, അവര് സമ്മതിക്കില്ല, ഈഗോ പറ്റൂല. അത് ഭയങ്കര സംഭവമാണ്. അപ്പോഴേ ആ ഒരു സ്പേസ് തിരിച്ച് ക്യാപിറ്റലൈസ് ചെയ്യാം. അത് ഇനി പുള്ളി ഇനി 10 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണെങ്കിൽ ആ സ്പേസ് കാണുമോ? ഇങ്ങനത്തെ ഒരു ഇത് കുറവായിരിക്കും. ആൾക്കാരപ്പോഴത്തേക്കും പുള്ളിക്കും പ്രായമാവൂലേ? പ്രായമാവും. പിന്നെ അല്ല, ആൾക്കാരപ്പോഴത്തേക്കും വേറെ സെക്റ്റ് ആവും. പിന്നെ അത് പുള്ളിയും സിനിമയിലിട്ട് തിരിച്ച് പെട്ടെന്ന് വരിക എന്നുള്ളതാണ്. എന്റെ അഭിപ്രായത്തിൽ സിനിമയിലും നിക്കണം, രാഷ്ട്രീയത്തിൽ ഇപ്പൊ ജയിക്കുവാണെങ്കിൽ അവിടെയും ഒരു വോയിസ് ആയിട്ട് നിക്കണം. ഇത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നത്. അതെ, ഇതൊരു ലോങ് റൺ ആണ്. ഇത് ഇനി പുള്ളി ചിലപ്പോ
പുള്ളിയുടെ ഒരു 70-80 വയസ്സിലൊക്കെ ഒരു 10-15 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ ഇതിന്റെയൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പൊ അതുവരെ പ്രയത്നിച്ചോണ്ടിരിക്കണം. കേൾക്കുന്നുണ്ടല്ലോ. എന്റെ ഒരു ഇതില് എനിക്ക് വിജയ് സിനിമയിൽ നിന്ന് മാറിയുന്നതേ ഒരു മസാല സിനിമകൾ പുള്ളിക്ക് മാത്രം ചെയ്യേണ്ട ഒരുപാട് സാധനങ്ങൾ നമ്മൾ തിയേറ്ററിൽ പോകുമ്പോ ഒരു എൻജോയ്മെന്റ് ഉണ്ട്, ആ ഒരു സാധനമുണ്ട് വിജയ് സിനിമ എന്ന് പറഞ്ഞാൽ. പക്ഷെ പുള്ളി അങ്ങനെ മാറി ഇന്ന് രാഷ്ട്രീയത്തിൽ പോയത് തന്നെ ഒരു മണ്ടൻ തീരുമാനമായി പോയി. മൊത്തത്തില് നല്ല രസമായിരുന്നു ഇടയ്ക്ക് പുള്ളി ചെയ്യണ സിനിമകളും. ലിയോ അതൊക്കെ നല്ല ഇതായിട്ട് വന്നോണ്ടിരുന്നത്. ഇപ്പൊ പുതിയ അവിടെയാണെങ്കിൽ പുതിയ ഡയറക്ടേഴ്സ് ഒക്കെ വന്നിട്ട് നന്നായിട്ട് സിനിമകളൊക്കെ ഇറക്കുന്നുണ്ട്. പുതിയ പുതിയ കഥകളൊക്കെയാ വരുന്നത്. അതും പോയി. പിന്നെ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. മെയ് 4 നമുക്ക് അറിയാൻ പറ്റും. കേരളത്തിലും തമിഴ്നാട്ടിലും സംഭവ വികാസങ്ങൾ നടക്കുകയാണ്. അതെ അതെ. വിജയണ്ണൻ ജയിക്കുമെന്ന് നോക്കാം. എന്താണ് വിജയണ്ണന്റെ കോൺട്രിബ്യൂഷൻ ചിലപ്പം പറയാൻ പറ്റൂല. ചിലപ്പം ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കും, ചിലപ്പം നമുക്ക് ഒരു 40 സീറ്റൊക്കെ ഒരു 40 സീറ്റൊക്കെ അടിച്ച 40 സീറ്റ് വേണമെന്നില്ല, 20 സീറ്റ് അടിച്ചാലും സൂപ്പർ എന്ന് പറയും. 20 സീറ്റ് അല്ലെങ്കിൽ കുറച്ച് എത്ര വോട്ട് ഷെയർ എന്നുള്ളത് നോക്കിയാലും മതി. ശരിയാ, വോട്ട് ഷെയർ നോക്കിയാൽ മതി. ചില സ്ഥലത്തൊക്കെ സെക്കൻഡ് ആയാലൊക്കെ തന്നെ ഭയങ്കര സംഭവം. സെക്കൻഡ് അല്ല, മീൻസ് അറിയാൻ പറ്റുമല്ലോ, ട്രെൻഡ് മനസ്സിലാവുമല്ലോ, ബിൽഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണോ എന്ന് അറിയാൻ പറ്റും. ഇപ്പൊ ഒരു 10-20% വോട്ട് ഷെയർ ഒരു സ്ഥലത്തുണ്ട് എല്ലായിടത്തും കിട്ടുകയാണെങ്കിൽ മനസ്സിലാവും. വീരാരാധന ഇപ്പോഴും ഉണ്ടെന്ന്. തുടക്കത്തില് വീരാരാധന എന്ന് പറഞ്ഞു എന്ന് എനിക്ക് സംശയം. താരാരാധനയും വീരാരാധനയും ഒന്നായിട്ട് അവൻ പ്രഖ്യാപിച്ചു. അല്ല, ഇത് താരാരാധന മാത്രമല്ല, മേ ബി ഇപ്പൊ കുറെ നാളായിട്ട് പ്രവർത്തിക്കുകയല്ലേ, ചിലപ്പോ അത് കേട്ടിട്ടും ആൾക്കാർ മാറാം അല്ലേ. ഈ ഇത് എന്തിന്റെ നമുക്ക് അറിഞ്ഞൂടെന്നല്ലേ ഉള്ളൂ. അവരുടെ ഫീൽഡ് വർക്ക് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഫീൽഡ് വർക്ക് നല്ലതാണെങ്കിൽ അതും ആവാം. നോക്കാം, നമുക്ക് എത്ര സീറ്റ് പിടിക്കുമെന്ന് നോക്കാം. എന്തായാലും അത് മെയ് 4 നമ്മൾ ലൈവായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഗൈസ്, അതാണ് നമുക്ക് നമ്മുടെ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിനെ കുറിച്ചും സിനിമയുടെ ലീക്കിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. അതെ അതെ, ഇതൊക്കെ നമ്മളുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് മാത്രമാണ്. ചിലപ്പോ ഇതില് അല്ലേ, ഇതൊക്കെ ഒരു നമ്മുടെ ഒരു കൊനിഷ്ഠ ബുദ്ധിയിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. വിജയ് തന്നെയാണ്, വിജയുടെ ടീം തന്നെയാണ് ഇത് ലീക്കാക്കി ഇത് ഒരു സംശയം ഉണ്ട്. അതെ ഉണ്ട്, ഇത് പുള്ളി അങ്ങനെ തന്നെ ലീക്ക് ചെയ്യുന്നൊന്നും നമ്മൾ പറയുന്നില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് യാദൃശ്ചികമാണ്, അറിയുന്നേ ഇല്ല. അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ. കണ്ടുപിടിക്കട്ടെ. അപ്പൊ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഈ വിജയ് എങ്ങനെയാണ്, വിജയുടെ ഒരു രാഷ്ട്രീയ ഭാവി എങ്ങനെയാണ്, നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഒരു പുതിയൊരു എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും. ബൈ.